പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ, അകതാരിലുണർവിൻ്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ, വരദാനവാരിധേ ഫലമേകുവാനായി അനശ്വതമൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ നിന്ന് 9-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യത്തിലെ വലിയവൻ. അവർ പിന്നീട് കഫർനാമിലെത്തി. അവൻ വീട്ടിലായിരുന്നപ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരിക്കുന്നത്? അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത്. അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തതും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. അവൻ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയെല്ലാം എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. കർത്താവിൻ്റെ വചനം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവചരാചരങ്ങളുടെയും സ്രഷ്ടാവും പരിപാലകനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് നൽകിയ അനുഗ്രഹീതമായ ഈ സുദിനത്തിന് ഹൃദയപൂർവ്വം അങ്ങേക്ക് സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. നെയ്യാറ്റിൻകര രൂപത കുടുംബ പ്രേക്ഷിത ശുശ്രൂഷയുടെ ആഭിമുഖ്യത്തിൽ ഈ രൂപതയുടെ വിവിധ പ്രദേശങ്ങളിൽ വസിക്കുന്ന ബഹുമാന്യരായ വലിയ കുടുംബം എന്ന് ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ധാരാളം കുട്ടികളുള്ള കുടുംബങ്ങളുടെ രക്ഷാകർത്താക്കളും പിഞ്ചോമനകളും അവരെ നാളതുവരെ അവിടെ നിന്ന് പോറ്റി വളർത്തിയ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹപിതാവേ, ആ കുടുംബങ്ങൾക്ക് താങ്ങായി തണലായി അങ്ങ് അവരോടൊത്തുണ്ടല്ലോ. ഒരു ചെറിയ കൈത്താങ്ങായി കൂടെ ആയിരിക്കുവാൻ ഞങ്ങളും കഴിഞ്ഞ 2 വർഷങ്ങളായി ആഗ്രഹിച്ചു. ആ ആഗ്രഹം അതിൻ്റെ നല്ല അർത്ഥത്തിൽ സഫലമാക്കുവാൻ അവിടുന്ന് അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. കലാലയങ്ങളും സ്കൂളുമെല്ലാം തുറന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രിയ മക്കൾക്ക് വേണ്ടി ചെറിയ പഠനോപകരണങ്ങൾ നൽകി സഹായിക്കുന്ന ഈ സുദിനത്തെ അവിടുന്ന് അനുഗ്രഹിച്ചാലും അതിനായി കടന്നു വന്നിരിക്കുന്ന പ്രിയ മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ആശ്രയ എന്ന കൂട്ടായ്മയിലെ കഴിഞ്ഞ മീറ്റിങ്ങിലെത്താൻ കഴിയാത്ത ഒരു കുടുംബവും ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ. വിവാഹത്തിലൂടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ മക്കൾക്ക് താങ്ങായി തണലായി നിൽക്കുന്ന കാരുണ്യ പദ്ധതിയുടെ ചെറിയ സഹായം ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്ന കുടുംബത്തെയും ഞങ്ങൾ ഓർക്കുന്നു. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇവരിൽ നിന്ന് തന്നെ പലപ്പോഴും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും സ്നേഹിതരെയും ഇടയും കൈത്താങ്ങുകളാണ് ഞങ്ങൾ ശേഖരിച്ച് ഇവർക്കായി വിതരണം ചെയ്യുന്നത്. അതിന് അശ്രാന്ത പരിശ്രമം നടത്തുന്ന ബഹുമാനപ്പെട്ട കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ ഡയറക്ടർ അച്ഛനെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാലും
ഈ സംരംഭത്തിൽ ഇന്ന് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന അഭിവന്യ മോൺസിഞ്ഞോർ ക്രിസ്തുദാസ് അച്ഛനെ ദൈവമേ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കാത്തു പരിപാലിച്ച കൃപകൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളോടൊത്തായിരുന്നു കൊണ്ട് ഞങ്ങളുടെ സംരംഭങ്ങൾക്കെല്ലാം പ്രചോദനമായി മാറുന്ന അദ്ദേഹത്തെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചാലും ഈ ദിനത്തിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും അവിടുത്തെ സ്നേഹവും കരുതലും കാരുണ്യവും കൊണ്ട് നിറയ്ക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൾ. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നെയ്യാറ്റിൻകര രൂപത കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ പ്രവർത്തനങ്ങൾ മനോഹരമാക്കുന്ന ഓരോ സുദിനമാണ് നമ്മുടെ ഓരോ കൂടിവരവും. ബിഗ് ഫാമിലി സംഗമം. ദൈവം വിഭാവനം ചെയ്ത കുടുംബം സന്തോഷത്തിലും സമാധാനത്തിലും മനോഹരമാക്കി തീർക്കുന്ന ഒരു ദിനം കൂടെയാണിന്ന്. ഈ ദിനത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഇന്ന് ബിഗ് ഫാമിലി ഈ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഫാദർ ജോസഫ് രാജേഷ് അച്ഛനാണ്, കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ ഡയറക്ടർ. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ ഒരു സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഗമം ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മൾ വായിക്കുന്നത് അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ ഒരു സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സംഗമത്തിലേക്ക് നമ്മോടൊപ്പം വായിക്കുന്നത് കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ രൂപത ആനിമേറ്റർ നെൽസൺ സാറാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. നന്ദി അർപ്പിക്കുന്ന നമ്മോടൊപ്പമായിരിക്കുന്നത് ജോഫ്രി ആനിമേറ്ററാണ്. ആനിമേറ്ററെ ഏറെ സ്നേഹത്തോടെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു കൂട്ടായ്മ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്ന നിങ്ങൾ ഓരോ കുടുംബാംഗങ്ങളുടെ കൂടിവരവ് തന്നെയാണ്. ഈ ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ഓരോ കുടുംബത്തെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള നമ്മുടെ രൂപതയുടെ വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജി ക്രിസ്തുദാസ് അച്ഛ, ആനിമേറ്റർ നെൽസൺ സാർ, ശ്രീ ജോഫ്രി, മറ്റ് ആനിമേറ്റർ സുഹൃത്തുക്കളെ, സിസ്റ്റർ ഗ്രേസ്, പ്രിയമുള്ള മാതാപിതാക്കളെ, ബിഗ് ഫാമിലിയിലെ കൂട്ടായ്മയിലെ മക്കളെ, ആശ്രയ കൂട്ടായ്മയിലെ കുടുംബാംഗം, വിവാഹ കാരുണ്യ ഫണ്ടിൽ നിന്നും ഇന്ന് സഹായം സ്വീകരിക്കുവാനായിട്ട് ഇവിടെ ആയിരിക്കുന്ന മകളും അപ്പനും, നിങ്ങളെല്ലാവരെയും ഹൃദ്യമായിട്ട് കുടുംബ പ്രേക്ഷിത ശുശ്രൂഷയുടെ നാമത്തിൽ രൂപതയിലെ ഈ ഒരു നല്ലൊരു ദിവസത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഞാനും. വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് മക്കളുടെ കൂട്ടം എന്ന് പറയുന്നത്. മക്കളുടെ എണ്ണമുള്ള കുടുംബം എന്ന് പറയുന്നതും ഒരു വീട്ടിലെ ഒരുപാട് മക്കളുള്ള കുടുംബത്തിലേക്കും ഒരുപാട് ആൾക്കാരുള്ള കുടുംബത്തിലേക്കും ചെന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുത് തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഈ രൂപതയുടെയും സഭയുടെയും സന്തോഷം പകരുന്ന കുടുംബങ്ങളാണ്. നമ്മുടെ ജോയി ജോൺ ഡോക്ടർ എപ്പോഴും പറയാറുണ്ട്, ക്ലാസ് എടുക്കാനായിട്ട് മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിനും വരുമ്പോഴത്തേക്കും പറയുന്നതാണ്, 4 അതിൽ കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളാണ്, അതാണ് യഥാർത്ഥ റിയൽ ഫാമിലി എന്ന് പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥ കുടുംബം നിങ്ങളാണ് യഥാർത്ഥ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിലായിരുന്നു 7, 8, 9, 10, 11 മക്കളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ വലിയൊരു ഗ്യാപ്പ് വന്നു. മക്കളില്ലാത്ത അല്ലെങ്കിൽ മക്കൾ വേണ്ടാത്ത 1, 2 ഒക്കെ മതിയെന്ന് പറഞ്ഞ ഗ്യാപ്പിലേക്ക് ഒരുപാട് കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഗണത്തെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാറില്ലായിരുന്നു. പിന്നീടാണ് നമുക്ക് ഇങ്ങനെ വലിയ കുടുംബങ്ങളുണ്ട്, അവരെ ശേഖരിക്കണം, അവരെ നോക്കണം, അവരെ സഹായിക്കണം, അവരെ നമ്മൾ ചേർത്ത് നിർത്തി അവർക്ക് സന്തോഷവും ആനന്ദവും നൽകണം. സഭ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ മക്കളെ വളർത്തുന്നതിൽ എടുക്കുന്ന ത്യാഗത്തിന് സഭയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും പ്രാർത്ഥിക്കുവാനും കൂട്ടായിട്ട് നിൽക്കാനും ഉണ്ട് എന്നൊക്കെ പറയുവാൻ ഉള്ളൊരു സംരംഭം ഉണ്ടായത്.
അങ്ങനെ നമുക്ക് ആദ്യം അതിൻ്റെ ലിസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് 13 കുടുംബങ്ങളാണ് വന്നത്. പിന്നെ അത് 18ആയി, പിന്നെ അത് 22ആയി. ഇപ്പോൾ 29 കുടുംബങ്ങളായിട്ട് നിൽപ്പുണ്ട്. 29 കുടുംബങ്ങളാണ് ഇപ്പോൾ നമ്മുടെ രൂപതയ്ക്കകത്ത്. ആകെ 35,000 കുടുംബങ്ങൾ നമ്മുടെ രൂപതയിലുള്ളതിൽ 4 മുതൽ കൂടുതലും മക്കളുടെ കുടുംബങ്ങൾ നമുക്ക് ലിസ്റ്റ് എടുത്തപ്പോൾ കിട്ടുന്നത് 29 കുടുംബങ്ങളാണ്. അതിൽ മോൺസിഞ്ഞോറിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു കുടുംബം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്ക് 30 കുടുംബമാകും. അപ്പോൾ വളരെ സന്തോഷം. 30 കുടുംബത്തെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ 4 മുതൽ കൂടുതലും മക്കളുടെ കുടുംബങ്ങളെ കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളതാണ്. നിങ്ങളുടെ ഓരോ കുടുംബങ്ങളായിട്ട് നമ്മൾ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിൽ ആദ്യ ദിവസം രാത്രിയിൽ സപ്പർ കഴിഞ്ഞിട്ട് ഓരോ കുടുംബങ്ങളായിട്ട് വെച്ച് വിളിച്ച് പുതിയ തലമുറ വിവാഹം കഴിക്കുന്ന കുട്ടികളുമായിട്ടൊരു സംസർഗം 1 മണിക്കൂർ സംസാരിക്കാറുണ്ടായിരുന്നു. 1 മണിക്കൂർ അവരുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ഷൻ അവർ നടത്തുമ്പോഴത്തേക്ക് പുതിയ തലമുറ വിവാഹം കഴിക്കാൻ വരുന്നവർ അവർ ഒരുപാട് ചോദ്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നത് അല്ലേ? ഒരുപാട് ചോദ്യങ്ങൾ. ഇതിനകത്തുള്ള പല കുടുംബങ്ങളുമാണ് അവിടെ വന്നുകൊണ്ടിരുന്നത്. ആ കുടുംബങ്ങൾ പുതിയ തലമുറയ്ക്കൊരു പ്രചോദകവുമായിരുന്നു. അപ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ റിയൽ ഫാമിലീസുകളാണ്. നിങ്ങളാണ് റിയൽ ഫാമിലി ആയിട്ട് നിൽക്കുന്നത്. ദൈവമഹത്വമുള്ള, ദൈവത്തെ പ്രഘോഷിക്കുന്ന കുടുംബങ്ങളായിട്ട് നിങ്ങൾ രൂപതയിൽ വിരാജിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെയും ഒക്കെ വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ കൂടാനായിട്ടുള്ള സാഹചര്യം കിട്ടുന്നുള്ളൂ. നിങ്ങളുടെ ഒരു പിക്നിക്ക് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നടക്കാതെയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ പ്രോഗ്രാംസ്. പിന്നെ ഈ മെയ് മാസത്തിൽ സ്റ്റാഫിൻ്റെ തന്നെ പിക്നിക്ക് വെക്കാൻ നോക്കിയപ്പോൾ മഴക്കാലം വന്നു, പിന്നെ അതും മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളെയും കൊണ്ടൊരു യാത്ര പോകണമെന്നുണ്ട്. കഴിഞ്ഞ ആശ്രയ കൂട്ടായ്മയിൽ ഏകദേശം 15 കുടുംബങ്ങൾ വന്നു. 2 മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളെ നമ്മൾ കണ്ടെത്തി. അങ്ങനെ അതും 17 കുടുംബത്തോളം നമ്മുടെ രൂപതയ്ക്കകത്തുണ്ട്. അപ്പോൾ അവരുടെ സഹായധനം അന്ന് കൊടുത്തപ്പോഴത്തേക്ക് നെൽസൺ സാറൊക്കെ വളരെ സങ്കടത്തോടെ പറയുകയായിരുന്നു, ഇതൊരു വലിയൊരു ഒരു അനുഭവമായിരുന്നു. അവരൊക്കെ ഓരോരുത്തരും ഓരോ കുടുംബം ഒന്ന് ഷെയറിംഗ് ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് 2 പാരൻസ് നഷ്ടപ്പെട്ടു പോയവരൊക്കെ ഇവിടെ അവരുടെ മക്കളെയൊക്കെ നമ്മൾ വിളിച്ചു കൂട്ടിയപ്പോഴത്തേക്ക് അവർക്കുണ്ടായ ആ ഒരു സന്തോഷം. നമ്മളും കൂടെ ഉണ്ട്, അവരുടെ കൂടെ. അവർക്കൊരു പ്രചോദനം, അവർക്കൊരു പഠന സഹായം അതൊക്കെ കൊടുത്തപ്പോൾ സാറ് ഇങ്ങനെ പലരും പറയുമായിരുന്നു, അവരെയൊക്കെയാണ് പിക്നിക്കിന് കൊണ്ടുപോകേണ്ടത്. കാരണം അവരാരും കൊണ്ടുപോകാനില്ല. 2 പാരൻറ്റ് നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളില്ലാത്ത കുട്ടികൾ, അവരെ അതിൽ ഒരു കുടുംബം ഇന്നിവിടെ ഉണ്ട്, അന്ന് വരാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുപോകണം. ആനിമേറ്റേഴ്സ് പലരുമൊക്കെ അതിങ്ങനെ ഭയങ്കര ചർച്ചയൊക്കെ നടത്തിയൊരു വിഷയമായിരുന്നു. സന്തോഷപ്രദമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അവർ വന്ന ഏകദേശം 10-60-ലധികം പേരന്ന് കൂടിയായിരുന്നു ഒരുമിച്ച് ലോഗോസിൽ വെച്ച്. അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കൊച്ചു കൊച്ചു സഹായങ്ങളൊക്കെ ഈ വിധത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പോരാ. നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനായിട്ട്, സഹായം കാശായിട്ട് മാത്രമല്ല, നിങ്ങളെ എംപവർ ചെയ്യിപ്പിക്കുന്ന പരിപാടികൾ, നിങ്ങളുടെ കൂട്ടായ്മ നിങ്ങൾക്ക് സന്തോഷം പകരുന്ന, നിങ്ങളെല്ലാവരും ഒറ്റയ്ക്കല്ല എന്ന് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രഘോഷിക്കുന്നത് ഒക്കെ വലിയൊരു സമ്പത്ത് തന്നെയാണ്. അത് തന്നെ വലിയൊരു സമ്പത്താണ്, നമ്മൾ ഒരുമിച്ച് വരിക എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഈ ബിഗ് ഫാമിലിയെ വിളിച്ചു കൂട്ടിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ സംഭവം ഞാൻ ഓർക്കുകയാണ്. ആദ്യമായിട്ട് ലോഗോസിൽ വിളിച്ചു കൂട്ടിയപ്പോഴത്തേക്ക് ആ 13 കുടുംബങ്ങൾ വന്നപ്പോൾ തന്നെ 90-ലധികം പേരാണ് അവിടെ ഒരുമിച്ച് കൂടിയത്. 13 കുടുംബം കൂടിയപ്പോൾ 90-ഓളം പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ സന്തോഷം തോന്നി. കാരണം ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ച് ഓരോരുത്തരും കളിയാക്കി, നിത്യഗർഭിണി എന്നും ഇത് തന്നെയാണ് പണി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടിരുന്നവർ ഇപ്പോൾ വന്നപ്പോൾ വേറെ കുടുംബങ്ങളിവിടെ ഉണ്ട്, അതുപോലെ ഉള്ള കുടുംബങ്ങളുണ്ടെന്ന് കണ്ടപ്പോൾ സന്തോഷം. അതാണ് സമ്പത്ത് എന്ന് പറയുക. ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടാകുന്ന സമ്പത്ത് എന്ന് പറയുന്നത് വലുതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ തരുന്ന ചെറിയ സഹായത്തെക്കാളുപരി വലിയ സമ്പത്ത് എന്ന് പറയുന്നത് കൂടി വരിക, ഒരുമിച്ച് വരിക, എല്ലാവരും പരസ്പരം അങ്ങനെ കൈകോർത്ത് നിന്നുകൊണ്ട് സപ്പോർട്ടീവായിട്ട് ജീവിക്കുക. അത് വലിയൊരു പ്രചോദകമാണ്. ദൈവത്തിൻ്റെ സ്നേഹാരൂപിയുള്ള കുടുംബങ്ങളായിട്ട് നിങ്ങൾ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചിട്ട് ഉദ്ഘാടന സന്ദേശവും വളരെ നല്ലൊരു സന്ദേശം നൽകാനായിട്ട് നമുക്കിതിന് പറ്റിയൊരാളാണ് നമ്മുടെ മോൺസിഞ്ഞോർ ജി ക്രിസ്വാസ് അച്ഛനും ഒരു ബിഗ് ഫാമിലിയിലെ കുടുംബാംഗം തന്നെയാണ്. അച്ഛൻ്റെയും സഹോദരങ്ങളൊക്കെ വലിയ നിലയിലൊക്കെ എത്തി ഉള്ളവരൊക്കെയാണ്. അതോടൊപ്പം അച്ഛൻ്റെ കുടുംബത്തിലൊരു കുടുംബം ബിഗ് ഫാമിലിയിലേക്ക് കടന്നു വരാനായിട്ട് സമയമായി വരികയാണ്. അപ്പോൾ അതിന് എന്തുകൊണ്ടും നിങ്ങൾക്കൊരു സന്ദേശം നൽകാനും ഇത് ഉദ്ഘാടനം ചെയ്യുവാനും അച്ഛൻ മുമ്പുള്ള എല്ലാ ഇതിലും സമ്മേളനങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസവും അച്ഛനെ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് പിതാവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മോൺസിഞ്ഞോർ ഉണ്ടല്ലോ, അത് മതി,
എനിക്ക് അല്പം ഓഫീസ് തിരക്കുണ്ട്, അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും അന്വേഷിച്ചെന്നൊക്കെ പറയാനായിട്ട് പിതാവ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണത്തോടുകൂടെ മോൺസിഞ്ഞോർ ഉദ്ഘാടന സന്ദേശം നൽകി നമ്മളെല്ലാവരും അനുഗ്രഹിക്കാനായിട്ട് ഇവിടെയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും മധ്യേ മോൺസിഞ്ഞോർ ജി ക്രിസ്വാസിനെ ഹൃദ്യതയോടുകൂടെ ഞാൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കൈയടിച്ചൊരിക്കൽ കൂടെ അച്ഛനെ നമുക്ക് വെൽക്കം ചെയ്യാം. എത്രയും ബഹുമാനപ്പെട്ട ജോസഫ് രാജേഷ് അച്ഛ, ഡയറക്ടർ ഫാമിലി അപ്പോസിലേറ്റ്, നമ്മുടെ നെൽസൺ സാറ്, ജോഫ്രി, മറ്റ് ആനിമേറ്റേഴ്സ്, പ്രിയപ്പെട്ട സിസ്റ്റർ ഗ്രേസി സിസ്റ്റർ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, വളരെ സന്തോഷവും അഭിമാനവുമുണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കുവാനായിട്ട്. അതിന് ഒത്തിരിയേറെ കാരണങ്ങൾ എനിക്കുണ്ട്. അച്ഛൻ രണ്ടും പറഞ്ഞു ശരിക്കും. ഒന്ന്, ഞാൻ തന്നെ 8 മക്കളുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളാണ് എന്ന് പറയുമ്പോൾ ദൈവം ഞങ്ങൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് 4 ആണും 4 പെണ്ണും നൽകി. അതൊരു ഓർഡറിലാണ്. അപ്പോൾ ആദ്യത്തെ 4 ആണ്, ഞാൻ 4ാമത്തെ ആളാണ്. അതിനുശേഷം എൻ്റെ സഹോദരിമാരാണ് 4 പേര്. അപ്പോൾ അങ്ങനെ 8 പേര് ഉണ്ട്. അപ്പോൾ അങ്ങനെ 8 മക്കളാണ് ഉള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇപ്പം എനിക്ക് അച്ഛൻ പറഞ്ഞതുപോലെ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു സഹോദരിയുടെ മകൻ അജു, പിന്നെ അവർക്ക് 4 മക്കളുണ്ട്. 4 മക്കൾ ഉണ്ട്. അപ്പോൾ അവർ പക്ഷേ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് തൃശ്ശൂരാണ്, ജോലിയൊക്കെ തൃശ്ശൂരാണ്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോഴും ഞാൻ എപ്പോഴും അവർ വരുമ്പോൾ അവരെ കാണാൻ പോകും. അല്പം മിഠായിയൊക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവരുടെ കളി എന്ന് പറയുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. അവരെല്ലാവരും കൂടെ ഞാൻ പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ മറ്റ് വേറെ 3 മക്കളുണ്ട്. അപ്പോൾ അവിടെ ചേർന്ന് ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ വളരെ സന്തോഷവും അഭിമാനമാണ് എപ്പോഴും എനിക്ക് തോന്നുക. അവരങ്ങ് ഒരുമിച്ച് കൂടുമ്പോഴോ അവിടെ സന്തോഷം എന്തുമാത്രമാണെന്ന് എനിക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ ആ കുഞ്ഞുങ്ങളുടെ ആ സന്തോഷം. അത് കാണുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷം അനുഭവിക്കുന്നത്. അതിനേക്കാളും കൂടുതൽ സന്തോഷമൊന്നും ഇല്ല. അതുകൊണ്ട് അവർ വരുമ്പോഴൊക്കെ ഞാൻ പതുക്കെ അവരെ പോയി കാണും. ചിലപ്പോൾ അവരിവിടെ ഒരുമിച്ച് വരും, അല്ലെങ്കിൽ അവിടെ പോയി കാണുകയും ചെയ്യും. അപ്പോൾ അത് വളരെ അനുഗ്രഹമുള്ള ഒന്നാണ്. അതോടൊപ്പം എൻ്റെ വേറൊരു കുടുംബം കൂടെ ഉണ്ട്. എൻ്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരു കുടുംബം കൂടെ ഉണ്ട്. ഇവിടുത്തെ എൻ്റെ എന്ന് പറയുന്ന ഒരു കുടുംബം കൂടെ ഉണ്ട്. 4-5 മക്കളുള്ള ഒരു കുടുംബം ഉണ്ട്. ഇതിനകത്ത് വന്നറിഞ്ഞുകൂടാ. അപ്പോൾ ജോലിയുള്ള ഒരാളാണ്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുള്ള ഒന്നാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂടിയപ്പോൾ 2-3 സംഭവങ്ങളൊക്കെ പറഞ്ഞു. 2 സംഭവങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതിലൊന്നും വന്നില്ലാന്ന് തോന്നുന്നു, ലൈവിലൊന്നും വന്നില്ലാന്ന് തോന്നുന്നു അല്ലേ. അതുകൊണ്ട് ഒന്നുകൂടെ പറയാം. നിങ്ങളൊക്കെ കേട്ടത് തന്നെയാണ്. 2 സംഭവങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം ആരംഭത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ രാത്രി അപ്പുറത്തുനിന്ന് ബിഷപ്പ്, ഞാൻ കിടക്കുന്ന ഇവിടെയാണ്, അപ്പുറത്ത് ഞാൻ ഒരു 10:30 മണിയായപ്പോൾ റോഡിലേക്ക് കടന്നു വന്നു. പെട്ടെന്നൊരു കാറ് വന്ന് അവിടെ നിർത്തി. അവിടെ നിർത്തിയിട്ട് അവരെന്നെ അങ്ങ് നോക്കി. ഞാനിങ്ങനെ ചോദിച്ച റോഡ് സൈഡിൽ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഈ ബ്രോക്കേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ബ്രോക്കേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താണ് കാര്യം, എന്താണ്? അതായത് ഞങ്ങൾക്ക് നിംസ് ഹോസ്പിറ്റലിൽ എൻ്റെ മോളുടെ ഒറ്റ കുഞ്ഞേ ഉള്ളൂ. ആ കുഞ്ഞ് 2-3 വയസ്സ് ആയി. പക്ഷേ സംസാരിക്കില്ല. ഒറ്റ കുഞ്ഞേ ഉള്ളൂ. അവർ 2 ജോലിക്കങ്ങ് പോയി കഴിഞ്ഞാൽ സംസാരിക്കില്ല. അപ്പോൾ അതിനിവിടെ നിംസിൽ കൊണ്ടുവന്ന് ഒരു ചികിത്സ നൽകാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ അവർ പറഞ്ഞു ഒരു നീണ്ട ചികിത്സ വേണ്ടി വരും. അപ്പം നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും താമസിക്കണം. അതിന് ഒരു വീട് കണ്ടെത്തണം അവർക്കൊരു വീട് അതിനാണ് ബ്രോക്കേഴ്സിനെ ചോദിച്ചത്. വീട് കണ്ടെത്തണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ അവരെ വിളിച്ചു. ഞാൻ നേരെ വീണ്ടും തിരിച്ചങ്ങ് ബിഷപ്പ് ഹൗസിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഓഫീസിൽ ഇരുന്ന് വിശദവിവരമൊക്കെ ചോദിച്ചു. ഇവർ പേട്ടയടുത്ത് താമസിക്കുന്ന കുടുംബമാണ്. അവരുടെ മോളങ്ങ് പാലക്കാടാണ്. അവരെവിടെ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ വേണ്ടിയാണ് ഇവിടെ വരിക. അപ്പം ഞാൻ എല്ലാം ചോദിച്ചിട്ട് ഞാൻ 2 നമ്പർ കൊടുത്തു. ഒന്ന് നിംസിൽ തന്നെ ഉള്ള ഒരാളുടെ, ആൻറ്റോ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, അതിനകത്ത് ജോലി ചെയ്യുന്ന ഒരാളുടെ നമ്പർ കൊടുത്തു. മറ്റൊന്ന് ഇവിടെയുള്ള വേറൊരാളുടെ, ബൈജു എന്ന് പറഞ്ഞ വേറൊരാളുടെ നമ്പർ കൊടുത്തു. 2 പേരായിട്ടൊന്ന് ബന്ധപ്പെടുക, നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. എൻ്റെ നമ്പർ കൊടുത്തു, വിളിക്കുക, ഞാൻ ശരിയാക്കി തരാം, ഉറപ്പായിട്ടും ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അവർ പിന്നീട് അവർക്ക് വീട് ശരിയായി.
അവരിവിടെ വന്ന് 6-8 മാസം അവർ വന്നപ്പോൾ ഇവിടെ വന്നിരുന്നു. 8 മാസം പിന്നെ ഇവിടെ താമസിച്ച് ഒരു ചികിത്സ കഴിഞ്ഞ് പോയി. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഒറ്റ കുഞ്ഞുള്ള ഒരു വീട്ടിൽ സംഭവിച്ച അതാണ്. വേറെ ആരുമായിട്ടൊന്നും ബന്ധമില്ലാതെ അവിടെ അവരെങ്ങനെയൊക്കെ അവിടെ ആക്കിയിട്ടങ്ങ് പോയി. അങ്ങനെ ബന്ധമില്ലാതെ അങ്ങനെ പോയൊരു കുടുംബം. അതാണ് ഒന്നെനിക്ക് പറയാനുള്ളത്. രണ്ടാമതൊരു കുടുംബവും കുന്നത്തുകാലിനടുത്തുള്ള എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ്. അപ്പോൾ അവിടെ ഒരു അപ്പനും അമ്മയും പിന്നെ ബഹറിൽ ജോലിയാണ്. അപ്പോൾ അവർ മൂത്ത മോനെ ഇവിടെ അമ്മമ്മയുടെ അപ്പൂപ്പൻ്റെയും കൂടെ ഇവിടെ ആക്കിയിട്ട് പോയി. മൂത്ത മോനെ. രണ്ടാമത്തെ മോനെ അവരൂടെ കൊണ്ടുപോയി. അവരവിടെ ചെന്ന് അവരങ്ങ് രണ്ടുപേരും നേഴ്സസാണ്. അവന് വേണ്ടി രണ്ടുപേരും അങ്ങ് പോകും. രണ്ടുപേരും പോയി കഴിയുമ്പോൾ ഈ കുഞ്ഞിനെ ഒന്നിലും പോലെ അയച്ചിട്ട് വീട്ടിൽ വന്ന് ഞാൻ അടച്ചതുപോലെ അവിടെ വേറെ ആരുമായിട്ട് ബന്ധം, കാരണം പ്രത്യേകിച്ച് വിദേശത്ത് വേറെ ആരുമായിട്ടും ബന്ധം പുലർത്താൻ പറ്റില്ല. അപ്പോൾ പിന്നെ വീട്ടിലൊന്നും ഒറ്റയ്ക്കാണ്. ആ കുട്ടി പിന്നെ ഈ മാതാപിതാക്കളോട് സംസാരിക്കാതെയായി. അത് ആരെ കണ്ടാലും ഭയങ്കര പേടിയാണ്. ആരെ കണ്ടാലും മാതാപിതാക്കൾ വന്നാലും അതൊന്നും സംസാരിക്കില്ല. ഇവിടെയുള്ള കുഞ്ഞാണെങ്കിലോ അപ്പൂപ്പൻ്റെ അമ്മയുടെ കൂടെ അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ അപ്പനും അമ്മയും വിളിക്കുകയാണെങ്കിൽ അവർ ഫോണിൽ സംസാരിക്കില്ല. അത് ഫോൺ വേണ്ടാന്ന് പറയും. അപ്പൻ്റെ അമ്മയോട് സംസാരിക്കില്ല ഈ കുഞ്ഞ് മൂത്തവൻ. രണ്ടാമത്തവരാണെങ്കിൽ അവിടെ പിന്നെ ഇത് സംസാരിക്കാത്ത പോലെ ഭയങ്കര ഭയം ആ രൂപത്തിലങ്ങ് ആയി. പിന്നീട് ക്രമേണ അവർ ചെയ്തതെന്നറിയാമോ? ഞാൻ വന്നപ്പോൾ അവർക്ക് ഈ ജോലിയല്ലോ പ്രധാനപ്പെട്ടത്, മക്കളല്ലേ. അവർ നേരെ അത് രണ്ടുപേരും റിസൈൻ ചെയ്തിട്ട് പിന്നെ അവര് തിരിച്ചു വന്നിപ്പോൾ ഏകദേശം ഓക്കെ ആയി. ആ മക്കൾ രണ്ടുപേരും ഏകദേശം ഓക്കെ ആയി അങ്ങനെ വരികയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഇപ്പോൾ ഈ 1-2 മക്കളൊക്കെ ഉള്ളവർ വളരെ പ്രശ്നങ്ങളാണ്. പണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രശ്നം. ഞാൻ കോളേജിൽ മാനേജരാണല്ലോ. അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു കണക്കുമില്ല. അത് ഭയങ്കര പ്രശ്നങ്ങളാണ്. ആ രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. മറ്റേ ഇപ്പോഴും നിങ്ങളുടേതാണെങ്കിലും തീർച്ചയായിട്ടും അവിടെ ഒത്തിരി വ്യത്യാസം. അവരുടെ നമ്മുടെ വിശ്വാസ ജീവിതം ആഴപ്പെട്ട തീർച്ചയായും നമുക്ക് വേണം, അത്യാവശ്യമാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പറ്റില്ല. അത് ഏത് മതത്തിലായിരുന്നാലും അത് വേണം, അല്ലേ? അത് ഹിന്ദു ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ക്രൈസ്തവരായിരുന്നാലും നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ വിശ്വാസം നമുക്ക് വേണം. ക്രൈസ്തവർ നമ്മുടെ വിശ്വാസം അത് വളരെ വ്യത്യസ്തമായിട്ട് ഒന്നാണല്ലേ. നമ്മെ സ്നേഹിക്കുന്ന ദൈവം, ആഴമായ ദൈവസ്നേഹമാണ് നമ്മൾ അനുഭവിക്കുക. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും വേണം. പിന്നെ നമ്മുടെ സ്വഭാവ രൂപീകരണം. ഈ ഒരു കുഞ്ഞും പിന്നെ രണ്ടുപേരൊക്കെ ഉള്ളപ്പോഴും അതിന് വ്യത്യാസമുണ്ട്. പക്ഷേ കൂടുതലുള്ളവരുടെ സ്വഭാവ രൂപീകരണം വളരെ വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ അടിച്ചും പിണങ്ങിയും നമ്മുടെ സ്വഭാവത്തിൽ ഉള്ളതും ഇല്ലാത്തതും നമുക്ക് എപ്പോഴും കഴിക്കാനൊക്കെ ആഹാരം കണ്ടെന്ന് വരില്ല. പക്ഷേ അത് ഉള്ളതും ഇല്ലാത്തതും തമ്മിൽ നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ, മറ്റുള്ളവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കും. മറ്റേ ഈ ഒന്നിനടുവൊക്കെ പഠിക്കില്ല. അതാണ് അവർക്കൊന്ന് തുറിച്ചു. അവിടെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത്, ഒരു പയ്യനെ ഈ 3rd ഇയറിലെ പയ്യനെ ഒരു 2nd ഇയർ പയ്യൻ ഒന്ന് തുറിച്ച് നോക്കി. ഉടൻ അവനെന്ത് ചെയ്തു? ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും നേരെ വന്ന് അവനിങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവന് കസേരയെടുത്ത് അടിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പിന്നെ മറ്റുള്ളവൻ തടഞ്ഞ് അങ്ങ് വിട്ടു. നമ്മൾ പതുക്കെ അവനെ വീട്ടിൽ പറഞ്ഞു വിട്ടു, ഡിസ്മിസ് ചെയ്ത് അങ്ങ് വീട്ടിലയച്ചു. അതാണ് അവർ ഗവർണറിൻ്റെ അവിടെ എന്തോ ചെറിയ ജോലി ചെയ്യുന്ന ഒരാളുടെ മോനാണ്. പിന്നെ നമ്മൾ ആരായിരുന്നാലും നമുക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നമ്മുടെ മക്കൾ സുരക്ഷിതരായിട്ട് അവിടെ കോളേജിലായിരുന്നാലും എവിടെയായിരുന്നു സുരക്ഷിതരായിട്ട്, കാരണം അതാ ആഗ്രഹിച്ചാണല്ലോ മാതാപിതാക്കൾ അവിടെ കൊണ്ടാക്കുക. അപ്പോൾ മറ്റൊരു ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയണം, മേനടുത്ത് പറയാം. അവിടെ HOD ഉണ്ട്, ട്യൂട്ടറുണ്ട്, പ്രിൻസിപ്പളുണ്ട്, ഞങ്ങൾ മാനേജ്മെൻറ്റുണ്ട്. അവരടുത്ത് പറയാം, നമ്മൾ പരിഹരിക്കും. അല്ലാതെ നേരിട്ട് കൈകാര്യം ചെയ്യില്ല, ഡിസ്മിസ് ചെയ്ത് വീട്ടിലയച്ചു. അതാണ് ഇതുപോലുള്ള, അതായത് പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. മറ്റുള്ളവർ കാണുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അറിഞ്ഞുകൂടാ. അതാണ് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ പിന്നെ പിതാവ് അധ്യാപകനാണ്. എന്നാലും കുഞ്ഞായിരിക്കും എന്തായിരുന്നു, നമ്മൾ പിന്നെ ആഹാരം കഴിക്കാതിരിക്കും, ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കഴിച്ചിട്ട് പോടാന്ന് പറയും, അല്ലേ? നിങ്ങളുടെ വീട്ടിലും അതൊക്കെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഈ 4 മക്കളൊക്കെ ഉള്ള വീട്ടിൽ അത് തന്നെ.
കഴിച്ചിട്ട് പോടി, അല്ലെങ്കിൽ കഴിച്ചിട്ട് പോടാ, അല്ലെങ്കിൽ മക്കളെ കഴിച്ചിട്ട് പോകുമെന്ന് പറയല്ലേ, ഇതേ പറയുള്ളൂ, അപ്പുറം പറയില്ല. ഞാൻ പിന്നെ എനിക്ക് ഡ്രസ്സ് ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോടാന്ന് പറയും, ആ ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ പറയും. അതാണ് ഞങ്ങൾ 2 കാര്യങ്ങൾക്കാണ് ഞങ്ങൾക്ക് അടി കിട്ടിയിരുന്നത്. ഒന്ന് പഠിക്കുന്ന കാര്യത്തിൽ, പഠിക്കുമ്പോൾ ഉറങ്ങുകയാണെങ്കിൽ അടി ഉറപ്പാണ്, പുളിങ്കമ്പ് ഉടൻ കിട്ടും. രണ്ടാമത് പിന്നെ പ്രാർത്ഥിക്കായിരിക്കുമ്പോൾ ഉറങ്ങുകയാണെങ്കിൽ അടി ഉറപ്പാണ്, പുളിങ്കമ്പ് ഉടൻ കയറും ശരീരത്തിൽ. ഈ 2 കാര്യങ്ങളൊക്കെ ഉള്ള, വേറെ ഒരു കാര്യത്തിനും ഞങ്ങൾക്കില്ല. അത് ആ രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പിന്നെ പോവുക. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. ഈ 1-2 മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ 1-2 വയസ്സ് 2 വയസ്സായവരൊക്കെ എനിക്ക് അത് വേണം, ഉടൻ അപ്പനും അമ്മയും ഒന്നുമില്ലെങ്കിൽ ഓടിയിട്ട് ചെന്ന് എവിടെന്നെങ്കിലും കൊണ്ടാക്കിക്കൊണ്ട് കൊടുക്കും. പിന്നെ അതുപോലെ ഡ്രസ്സ്, എനിക്ക് ആ ഡ്രസ്സ് വേണം, ഉടൻ തന്നെ അപ്പനും അമ്മയൊക്കെ ഓടി ഇല്ലെങ്കിലും ഉണ്ടാക്കി അവർ മേടിച്ചു കൊടുക്കും. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ നമ്മുടെ ജീവിതത്തിലൊന്നും അത് ഈ 4 പേരൊക്കെ ഉള്ള 3, 4, 5 ഒക്കെ ഉള്ള 5, 6 ഉള്ള ഒരാളുണ്ടല്ലേ, ഒരു കുടുംബം, ഒരു 6 ഉള്ള കുടുംബമുണ്ട്. ഇപ്പോൾ അവർക്കൊക്കെ ആ ഒരു പ്രശ്നം വരില്ല. അവർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു പോകുന്ന, ഉള്ളതുപോലെ തൃപ്തിപ്പെട്ടു പോകുന്ന ഒരു കുടുംബമായിട്ട് തീർച്ചയായിട്ടും അവർ ജീവിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ എവിടെയായിരുന്നാലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. എവിടെയായിരുന്നാലും അവരെവിടെ പോയാലും അവർക്ക് അവിടെ ആ സാഹചര്യമായിട്ട് ഇഴുകിച്ചേർന്ന് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് വലിയ കാര്യമാണ്. മറ്റുള്ളവർക്ക് ഇന്നത്തേന് സാധിക്കില്ല എന്നുള്ളത് അത് ഏറ്റവും ഒരു ദുരവസ്ഥയാണ്, പരിതാപകരമായ അവസ്ഥയായിട്ടാണ് ഞാനിന്ന് തീർച്ചയായിട്ടും കാണുക. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, മാതാപിതാക്കളെ അഭിനന്ദിക്കുന്നു, മക്കളെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരങ്ങളിലാണല്ലേ. നമുക്ക് നൽകിയ ഒരു വലിയൊരു സമ്മാനം ആരാണ്? നമുക്ക് ദൈവം നൽകിയ വലിയ സമ്മാനം ആരാണ്? മക്കളല്ല, യേശുനാഥന് ദൈവം നമുക്ക് നൽകിയ സമ്മാനമാണല്ലേ. വലിയൊരു ഈ ലോകത്ത് നമുക്ക് നൽകിയ സമ്മാനമാണ് യേശുനാഥൻ. ഇനി നമ്മളും ദൈവം ഈ ലോകത്ത്, ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന രാജേഷിൻ്റെ എല്ലാവരും ഈ ലോകത്ത് ദൈവം തന്ന ഒരു സമ്മാനമാണ്. മക്കളോ അതുപോലെ തന്നെയാണ്, ദൈവം ഈ ലോകത്ത് നൽകിയ സമ്മാനമാണ്. ആ സമ്മാനമായ നമ്മൾ പടിപടിയായിട്ട് വളർന്ന് നമ്മൾ യുവത്വത്തിലേക്ക് പ്രവേശിക്കും, കുടുംബമാകും, മാതാപിതാക്കൾ പിന്നെ ഇതാകും, അതിൻ്റെ പ്രായമാകും. അതിനുശേഷം നമ്മൾ നമ്മുടെ ജീവിതം ഈ ലോകത്തിലും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. യേശു 31 വർഷം ജീവിച്ചു അല്ലേ, 31 വർഷം കൂടുതൽ ജീവിച്ചില്ല. പക്ഷേ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോയി. ഇന്ന് 195 രാജ്യങ്ങൾ, നമുക്ക് ലോകത്ത് എത്ര രാജ്യമുണ്ട്? 195 രാജ്യമുണ്ട്, 804 കോടി ജനങ്ങളുണ്ട്. അവിടെ ഒരു നിറസാന്നിധ്യമായിട്ട് യേശു നമ്മോടൊപ്പമുണ്ട്. നിങ്ങളെയും ദൈവം ശ്രദ്ധാപൂർവം പരിപാലിക്കുന്നു. നല്ല മിടുക്കരായിട്ട്, നല്ല വിശ്വാസത്തിൽ, നല്ല സ്വഭാവത്തിൽ, നല്ല പഠനത്തിൽ. എനിക്ക് പറയാനുള്ളതാണ്, ഈ വിശ്വാസം ഉണ്ടാകണം, നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം. അതോടൊപ്പം നല്ല പഠനം എന്ന് പറയുമ്പോഴും ഓരോ ദിവസവും നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ക്ലാസ്സിൽ കൃത്യമായിട്ട് പോകണം. ക്ലാസ്സിൽ പോയിട്ട് കൃത്യമായി നൽകുന്ന പാഠങ്ങൾ ശ്രദ്ധാപൂർവ്വം പഠിക്കണം, നോട്ടൊക്കെ എഴുതിയെടുക്കണം. വന്നിരുന്ന് പഠിച്ചിട്ട് മാത്രം ഉറങ്ങണം. വീട്ടിൽ വന്നിരുന്ന് പഠിച്ചിട്ട് എത്ര സമയം എടുത്താലും പഠിച്ചിട്ട് കിടന്നുറങ്ങണം. അല്ല തലവണയുടെ അടിയിലെടുത്ത് വെച്ച് കിടന്നെല്ലാം കിട്ടുമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. പരീക്ഷയ്ക്ക് 1 മാസം ഉള്ളപ്പോൾ പിന്നെ നമ്മൾ എല്ലാം പഠിച്ച് തീർക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. എല്ലാം കൂടെ നമ്മൾ ഒരു മാസം കഴിക്കേണ്ട ആഹാരം പിന്നെ ഒരുമിച്ച് കഴിച്ചാലോ എങ്ങനെ ഇരിക്കും? അതുപോലെ അത് നടക്കില്ല. അതുകൊണ്ട് അന്ന് ഒന്നെന്നുള്ള പാഠങ്ങൾ പഠിച്ച് നോട്ട്സൊക്കെ എഴുതി പിന്നെ കിടക്കുക. ശനി ഞായറൊക്കെ അവധിയെ ലഭിക്കാറും, ചിലടത്ത് ക്ലാസ്സൊക്കെ ഉണ്ട്. പിന്നെ ആ ദിവസങ്ങളിൽ ഒരാഴ്ചത്തെ പഠിച്ച് കിടക്കുക. നമുക്കൊരുപാട് ബുദ്ധി ഇല്ലെങ്കിലും നമുക്ക് നന്നായിട്ട് ജയിച്ച് പോകാൻ സാധിക്കും. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ വിജയവും ആശംസിക്കുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് എല്ലാ മംഗളം ആശംസിക്കുന്നു. എളുപ്പമല്ല അല്ലേ? 4 മക്കളെയൊക്കെ പുറത്ത് കൊണ്ടുപോവുക. ഒരാൾ ഇങ്ങോട്ട് വിളിക്കുക, അങ്ങോട്ട് പോകും, അപ്പുറത്ത് വിളിക്കുക, അങ്ങോട്ട് പോകും. അത് എല്ലാമാണ്. എന്നാലും അവരെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു കുടക്കീഴിൽ നിങ്ങൾ അവരെ കൊണ്ടുപോവുകയാണ്. അതിന് നേതൃത്വം നൽകുന്ന ഇവിടെ രാജേഷ് അച്ഛനെല്ലാം നേതൃത്വം നൽകുന്നു. എല്ലാവർക്കും എല്ലാ വിജയവും മംഗളങ്ങളും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ കൂട്ടായ്മ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു.
സ്നേഹമുള്ളവരെ, നമ്മൾ ആദ്യത്തെ 2 കാര്യങ്ങളുടെ ഉദ്ഘാടന കർമ്മം കൂടെ മോൻസിഞ്ഞോർ നിർവഹിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ വിവാഹത്തിൻ്റെ ഒരു സഹായം കാരുണ്യ മാരേജ് ഫണ്ടിൽ നിന്നും ഒരപേക്ഷ നേരത്തെ വന്നു. അതിൻ്റെ കൺഫർമേഷൻ കിട്ടാനായിട്ടും അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസുകൾ കുറച്ചുകൂടെ കിട്ടാനും ഒക്കെ താമസിച്ചതുകൊണ്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം വിളിച്ചു കൊടുക്കാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്ന് അവരെ ഇവിടെ വിളിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന സഹായം ഇവിടെ വെച്ച് മോൻസിഞ്ഞോറിൽ നിന്ന് അവർ ചെക്ക് ഏറ്റുവാങ്ങാൻ 25,000 രൂപയുടെ ചെക്ക് അവർക്ക് നൽകുന്നത്. ഏറ്റുവാങ്ങുവാനായിട്ട് കല്ലാമം ഇടവകയിൽ നിന്നുള്ള രമ്യ MR, അപ്പനും മോളും വന്നിട്ടുണ്ട്. ഇവിടെ മുമ്പോട്ട് വരിക. രമ്യ MR മോളുടെ വിവാഹം കഴിഞ്ഞ തിങ്കളാഴ്ച അല്ലേ? ഓക്കെ 9-ാം തീയതി കഴിഞ്ഞായിരുന്നു. അപ്പോൾ മകൾക്ക് വേണ്ടുന്ന സഹായം ഇപ്പോൾ ചെക്ക് നൽകുവാനായിട്ട് നമ്മുടെ മോൻസിഞ്ഞോർ ജി ക്രിസ്വാസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് ബിഗ് ഫാമിലി ഉള്ളത് ആദ്യത്തെ മാത്രം അച്ഛൻ കൊടുക്കുന്നു. ഒരു LKG മുതലുള്ള കുട്ടികളൊന്ന് എണീക്കാമോ? LKGയിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ, LKGയിൽ 1-ലൊക്കെ പഠിക്കുന്നവരുണ്ടോ? മുന്നോട്ട് പോവാ. LKGയും 1-ാം ക്ലാസ്സുകാരും. മറ്റുള്ളവർക്കൊക്കെ നമ്മൾ പിന്നീട് തരുന്നതിൻ്റെ കൂട്ടത്ത് ഈ വർഷം നമ്മൾ ബാഗും മറ്റ് സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അല്പം ക്യാഷ് കൂടെ എല്ലാ കുടുംബത്തിനും വച്ചിട്ടുണ്ട്. അത് അവസാനം പിന്നീടാണ് നൽകുക. ഇപ്പോൾ ഇത് നൽകാനായിട്ട് കൊച്ചു പൊടിക്കുഞ്ഞുങ്ങൾക്കുള്ളത് ഇപ്പോൾ അച്ഛൻ നൽകി ഉദ്ഘാടനം ചെയ്യുന്നു. അവർക്ക് 2 ബുക്ക് വെച്ചും ഒരു പെൻസില്, ഒരു കട്ടർ, ഒരു റബ്ബർ, പിന്നെ ഭക്ഷണം കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പാത്രവും. അപ്പോൾ ഇത്രയുമാണ് അവർക്ക് ഇപ്പോൾ സമ്മാനമായിട്ട് ഗിഫ്റ്റായിട്ട് നൽകുന്നത് അല്ലേ? ഇനി വന്നിട്ടുണ്ടോ ആരെങ്കിലും? LKG 1-ാം ക്ലാസ്സോ? 1-ാം ക്ലാസ്. പിന്നെ മോൻസിഞ്ഞോർ ജി ക്രിസ്താസ് അച്ഛ, പ്രിയപ്പെട്ട ജോസഫ് രാജേഷ് അച്ഛ, ജസ്റ്റിൻ അച്ഛൻ, നെൽസൺ സാറ്, ജോഫ്രി സിസ്റ്റർ, പ്രിയമുള്ള മാതാപിതാക്കളെ, മക്കളെ, എല്ലാവർക്കും സുഖമാണല്ലോ? സന്തോഷമാണല്ലോ? വലിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നാണ്. അവിടെയാണ് യഥാർത്ഥ സന്തോഷം ഉണ്ടാകുന്നത്, ഒരു സ്വർഗത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. പിള്ളേരൊക്കെ ഓടി നടന്ന് കളിച്ച് തിരിച്ച് അടിപിടി കൂടി അല്ലേ? ഇല്ലേ? അടിപിടി ഇല്ലേ? അടിപിടിയൊക്കെ കൂടി പിണങ്ങി ഇണങ്ങി നല്ല വ്യക്തിത്വങ്ങൾ രൂപപ്പെടുന്നത് അങ്ങനെയാണ്. ഈ അടച്ചിട്ട കൂട്ടിൽ വളരുന്ന കുട്ടിയും ഇങ്ങനെ എല്ലാവരും കൂടി മിങ്കിൾ ചെയ്ത് വളരുന്ന കുട്ടികളും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. മാനസികമായ വളർച്ചയ്ക്ക് എപ്പോഴും സഹായിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആദ്യ കുർബാനയ്ക്ക് കുട്ടികളെ ഒരുക്കിയായിരുന്നു. അപ്പോൾ കുർബാന കൊടുക്കുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കും. പല പ്രാവശ്യം അവർക്ക് പ്രാക്ടീസ് കൊടുത്ത് ഇപ്പം എഴുതിരി ഇങ്ങോട്ട് പിടിക്കണം. ഒരു മോള് 2-3 പേര് 3-4 പേര് ഈ കുർബാന കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കില്ല. അപ്പം നമ്മൾ ഈ ഒരു വിരലും കൊണ്ട് ഇങ്ങനെ ഒന്ന് തട്ടും, ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ 4-5 പേരുണ്ടായിരുന്നു. അല്ല ഒരു കുട്ടിയെ ഇങ്ങനെ തട്ടി അവളോടം തിരിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് പോയി. അവിടെ ചെന്നിരുന്നുകൊണ്ട് കരച്ചിലും തുടങ്ങി. ഇങ്ങനെ ജസ്റ്റ് വേദനിച്ചല്ല,
ഈ ചില ഒറ്റ മോളാണ് അവിടെ ആ കുടുംബത്തിലെ ഈ ചില പ്രശ്നങ്ങൾ അങ്ങനെയാണ്. ഈ കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. വേദന കൊണ്ടല്ല ഇറങ്ങുന്നത്, പിന്നെ വിളിച്ച് ഒന്ന് ചേർത്തിയപ്പോൾ കാര്യങ്ങൾ അങ്ങ് ശരിയായി അങ്ങ് പോയി. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ അപ്പോൾ ഈ കൂടുതൽ കുടുംബങ്ങളിലെടുത്ത് രണ്ടുപേരും തമ്മിൽ അടികൂടും, മൂന്നാമത്തെ ആൾ ഓടിയെത്തി കോംപ്രമൈസിലെത്തും. അങ്ങനെ അവർക്ക് ഒരുമിച്ച് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇങ്ങനെ പോകാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളൊക്കെ ഭാഗ്യമുള്ള കുടുംബത്തിലെ മക്കളാണ്. മക്കളെ, നിങ്ങളെല്ലാവരും ഭാഗ്യമുള്ള കുടുംബത്തിലെ മക്കളാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ വലിയ വ്യക്തികളൊക്കെ തന്നെ ഇങ്ങനെ വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ്. അബ്ദുൽ കലാം ആകട്ടെ, മദർ തെരേസ ആകട്ടെ, എല്ലാവരും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരൊക്കെ 5-ാമതോ 6-ാമതോ 7-ാമതൊക്കെ ഉള്ളവരാണ് വലിയ മഹാന്മാരായിട്ടുള്ള. 1ഉം 2ഉം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ, ആയിട്ടില്ല എന്നല്ല. എങ്കിലും എല്ലാം നമ്മൾ മഹാന്മാരൊക്കെ പരിശോധിച്ചാൽ ആ കുടുംബം എല്ലാം ബിഗ് ഫാമിലീസ് ആയിരുന്നു. ഇപ്പോൾ അല്ലേ ഇങ്ങനെ ചുരുങ്ങി എത്തി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഭാഗ്യം ചെയ്തവരാണ്. സ്വർഗം സന്തോഷിക്കുന്നത് ഇങ്ങനെയുള്ള കുടുംബങ്ങളെ നോക്കിയാണ് സന്തോഷിക്കുന്നത്. ആ സന്തോഷം ഇനിയും ഉണ്ടാകട്ടെ, കൂടുതൽ വളരുവാനായിട്ട് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ നിറഞ്ഞു നിൽക്കും എന്നതിൽ സംശയമില്ല. കാരണം കുഞ്ഞുങ്ങളിലാണ് ദൈവത്തിൻ്റെ മുഖം നമ്മൾ ദർശിക്കുന്നത്. കുഞ്ഞുങ്ങളെ പോലെയുള്ളവർക്കാണ് ഈശോ സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്ത്. അപ്പോൾ നിങ്ങളൊക്കെ കുടുംബം സ്വർഗമായി മാറട്ടെ. ഈ കൂടിവരവ് ഏറ്റവും അനുഗ്രഹമാണ്. വെള്ള ജോസഫ് രാജേഷിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇങ്ങനെയുള്ള കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കുവാനും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. ഇനി ഓണത്തിന് മിക്കവാറും കാണുമായിരിക്കും, ക്രിസ്മസിന് മിക്കവാറും കാണുമായിരിക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടുക, നിങ്ങൾക്ക് പരസ്പരം കാണാനും സംസാരിക്കാനൊക്കെ സാധിക്കുക. അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നിങ്ങളുടെ കുടുംബങ്ങൾ അവർ പരസ്പരം കാണുക, മക്കൾക്ക് പരസ്പരം. മക്കളെ എല്ലാവരും പരിചയപ്പെട്ടോ? എല്ലാവരെയും അറിയാം? നിങ്ങൾക്കറിയാം? ഇല്ല, പല പ്രാവശ്യം വന്നിട്ടുള്ളവരുണ്ടല്ലേ, അവർക്കൊക്കെ അറിയാം. കൊള്ളാം. എല്ലാവരും ഇത് കഴിയുമ്പോഴും ഈ കിട്ടിയ സാധനം കൊണ്ട് അങ്ങ് ഓടിപ്പോവരുത്, ഒന്ന് പരിചയപ്പെടണം. ഇതൊരു കുടുംബമാണ്, ബിഗ് ഫാമിലീസ് എന്ന് പറയുന്ന ഒരു കുടുംബമാണ്, കുടുംബത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ പരസ്പരം കാണാൻ, സംസാരിക്കാൻ, പരിചയപ്പെടാൻ ഒക്കെ വളരണം. നമുക്ക് ഒരുമിച്ച് വളരാനായിട്ട് പരിശ്രമിക്കാം. അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും വെച്ച് നടത്തുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹം ചേരുന്നു. പ്രത്യേകിച്ച് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു, സ്കൂൾ തുറക്കുന്നു. പുതിയൊരു അധ്യയന വർഷത്തിൽ ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമാക്കി മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കണം. നല്ലവണ്ണം പഠിക്കുക മക്കളെ, നല്ലവണ്ണം പഠിക്കുക. നിങ്ങൾ കൂടുതൽ എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചൊക്കെ വളരാൻ സാധിക്കും, പഠിക്കാൻ സാധിക്കും. പഠിക്കുക. സാമ്പത്തികമൊക്കെ കർത്താവ് തന്നുള്ളൂ, അതൊക്കെ കർത്താവ് നോക്കിക്കൊള്ളും. നമ്മൾ ഇങ്ങനെ വളരുമ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുക. കിട്ടുന്ന അവസരം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക. അങ്ങനെയല്ല, സമയവും ഒഴുക്കും അവസരവും ആരെയും കാത്തിരിക്കില്ല. എന്തൊക്കെ മക്കളെ? സമയം, ഒഴുക്ക്, അവസരം. അത് ആർക്കും വേണ്ടി കാത്തിട്ടില്ല. കിട്ടിയ അവസരം ഉപയോഗിക്കുന്നവരാണ് മഹാന്മാരായിട്ട് തീരുന്നത്, മഹതികളായിട്ട് തീരുന്നത്. അപ്പോൾ കിട്ടുന്ന അവസരം, നമുക്കിപ്പം പഠിക്കാൻ കിട്ടുന്ന അവസരം, പഠിക്കുന്ന സമയത്ത് തന്നെ മറ്റവസരങ്ങൾ എല്ലാം പരമാവധി ഉപയോഗിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഉപയോഗിച്ചുകൊണ്ട് നല്ല മക്കളായിട്ട്, ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളായിട്ട്, സമൂഹത്തിന് അഭിമാനകരമായ മക്കളായിട്ട് വളർന്നു വരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ അച്ഛൻ നമ്മുടെ കൂടെ കുറച്ച് സമയമേ കാണത്തുള്ളൂ. അച്ഛനും വേറെ പ്രോഗ്രാംസുകളും മീറ്റിങ്സും ഒക്കെ ഉള്ളതാണ്, ഓഫീസ് വർക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ അച്ഛൻ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആശംസ രണ്ടുപേരുടേതും കൂടെ കഴിഞ്ഞതിന് ശേഷം ഒരു സമ്മാനം ഒരാൾക്കുള്ളത് കൊടുത്തിട്ട് അച്ഛൻ പോവുകയായിരിക്കും. നമ്മുടെ ജോഫ്രി സാറ് ആശംസ അർപ്പിക്കാനായിട്ട് ചെറുതായിട്ട് ലഘുവായിട്ടൊരു ആശംസ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നതിലെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അല്പം നിങ്ങൾക്ക് വേണ്ടിയായിട്ട് സന്തോഷം പങ്കുവയ്ക്കുന്ന വാക്കുകൾ അർപ്പിക്കാനായിട്ട് ക്ഷണിക്കുന്നു. വലിയ കുടുംബ സംഗമത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനമുള്ള കുടുംബപ്രേക്ഷിത ശുശ്രൂഷ ഡയറക്ടർ ജോസഫ് രാജേഷ്, രൂപത ശുശ്രൂഷ കുടുംബത്തിൻ്റെ കോർഡിനേറ്ററായിരിക്കുന്ന വലിയ ബഹുമാനമുള്ള മോൺസിഞ്ഞോർ പി ജോസച്ച,
മിനിസ്ട്രിയുടെ ആനിമേറ്ററായിരിക്കുന്ന ശ്രീ നെൽസൺ സാർ, ബിഗ് ഫാമിലി കൂട്ടായ്മയുടെ ആനിമേറ്ററായി നിന്ന് സഹായിച്ചു വരുന്ന ആനിമേറ്റർ സിന്ധു, മറ്റു ആനിമേറ്റർമാരെ, പ്രിയ ബഹുമാനമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വളരെ സന്തോഷമുണ്ട്. എനിക്കൊന്നും നമ്മളൊരു 4ാമത്തെ 5ാമത്തെ പ്രാവശ്യമാണ് ഒരുമിച്ച് കൂടുന്നത്. രൂപതയിൽ ഇവിടെ നമ്മൾ സംഘമായിട്ട് കൂടുന്നത് 3ാമത്തെ പ്രാവശ്യമാണ്. അതിനുമുമ്പ് നമ്മൾ എറണാകുളത്ത് പോയിരുന്നു, നിങ്ങൾക്കെല്ലാം പോയിരുന്നു, നമുക്കറിയാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന് നമുക്ക് അവിടെ കിട്ടിയത്. അതിൻ്റെ പ്രചോദനമാണ് പല കുടുംബത്തിൽ വീണ്ടും മക്കൾ കൂടി എന്നുള്ളത്. വലിയ സന്തോഷമാണ്. അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നവരുണ്ടായിരുന്നു, അന്ന് അതിന് ശേഷം പ്രഗ്നൻ്റ് ആയവരുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നിങ്ങളെ കാണുമ്പോഴും നിങ്ങളോടൊപ്പമായിരിക്കുമ്പോഴും നിങ്ങളോട് സ്നേഹം പങ്കുവയ്ക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരമെന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലാണ് നിങ്ങൾ എന്ന ഒരു വലിയ ബോധ്യമാണ്, വലിയ ചിന്തയാണ്. ഇവിടെ തന്നെ പല കുടുംബങ്ങളും പേഴ്സണലി ഞങ്ങളായിട്ട് ബന്ധമുണ്ട്. കാര്യം എൻ്റെ ഫൊറോനയിലുള്ള പാലിയോട് ഇടവകയിൽ നിന്നുള്ള, താന്നിക്കുഴി ഇടവകയിൽ നിന്നുള്ള, അതോടൊപ്പം തന്നെ ഇപ്പോൾ പെരുങ്കുള പള്ളി ദേവാലയത്തിൽ നിന്ന് ഒരു കുടുംബം പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇനിയും ഒരു കുടുംബം കൂടെ വരാനായിട്ടുണ്ട്. കാരണം പാലിയോട് നിന്ന് തന്നെ ഒരു കുടുംബം കൂടെ വരാനായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛൻ 30 കുടുംബമാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ 31 കുടുംബമായി. പിന്നെ മോൺസിഞ്ഞർ വീണ്ടും ഒരു കുടുംബത്തെ വീണ്ടും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 32ഓളം വരുന്ന കുടുംബങ്ങൾ ഈ വർഷം തന്നെ നമുക്ക് വീണ്ടും നമ്മോട് ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും വചനത്തിൽ വായിക്കുന്നത് മക്കൾ എന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്നും സന്താന പുഷ്ടിയോടുകൂടെ വളരുക എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിയിൽ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടെ പങ്കുചേരുക എന്നുള്ളത്. നമുക്കറിയാം, വലിയ നേരത്തെ മോൺസിഞ്ഞർ പങ്കുവച്ചപ്പോഴും അച്ഛൻ വൈദികർ പങ്കുവച്ചപ്പോഴും ഒക്കെ പറഞ്ഞ 1-2 കാര്യമുണ്ട്. നമുക്ക് ഈ മക്കൾ കൂടുമ്പോൾ ചില പ്രാരാബ്ദങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം, അവരുടെ പഠനം, ഇവയൊക്കെ നമ്മൾ വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഇടവകയിൽ ഒരു കുടുംബമുണ്ട്. എൻ്റെ ചെമ്പൂര് ദേവാലയത്തിൽ ഞാൻ അച്ഛൻ എൻ്റെ വികാരി അച്ഛനാണ്. ഞങ്ങളുടെ ഇടവകയിലൊരു ബിഗ് ഫാമിലിക്ക് അപ്പുറം മക്കളെല്ലാം വിവാഹം കഴിഞ്ഞു. 4 മക്കളുള്ള ഒരേ ഒരു കുടുംബമാണ് ഞങ്ങളുടെ ഇടവകയിൽ ഈ പുതിയ തലമുറയിലുള്ളത്. 4 മക്കളൊരു കുടുംബം. മൂത്തത് 3 പേര് ആണുങ്ങളാണ്, ഏറ്റവും ഇളയത് പെൺകുട്ടിയാണ്. ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്നുള്ളത് വളരെ മോശമായിരുന്നു. അവർ വളരുന്ന സമയത്ത് ശരിയായ വിദ്യാഭ്യാസം കിട്ടില്ല. പെൺകുട്ടിക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ നല്ല വിദ്യാഭ്യാസം കിട്ടിയത്. മറ്റ് മുതിർന്ന ആണുങ്ങൾക്കൊന്നും നല്ല വിദ്യാഭ്യാസം കിട്ടിയില്ല. പക്ഷേ അവരുടെ അപ്പനെന്ന് പറയുന്നത് നമുക്കറിയാം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതിനേക്കാളുപരി വർഷാവർഷം തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ശുശ്രൂഷ. ദേവാലയത്തിൽ ഞായറാഴ്ചകളിൽ മുടങ്ങുമെങ്കിൽ പോലും പക്ഷേ ഈ ഒരു ശുശ്രൂഷ അദ്ദേഹം നന്നായി ചെയ്തു. അമ്മ അതിരാവിലെ 5 മണിക്ക് ഒരു ചെറിയ പെട്ടിക്കടയുണ്ട്, ഒരു ചെറിയ തട്ടുകട, നാടൻ തട്ടുകട പോലെ ഒരു ചെറിയ ചായത്തട്ട്. ഈ ചായത്തട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് അധ്വാനിച്ചാണ് ഈ കുടുംബത്തെ പുലർത്തിയിരുന്നത്, ഈ മക്കളെ വളർത്തിയിരുന്നത്. പക്ഷെ ഇന്ന് ആ പ്രദേശത്തെ ഏറ്റവും നല്ല സാമ്പത്തിക ഭദ്രതയിലേക്ക് കർത്താവ് ആ കുടുംബത്തെ നയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കാണുമ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നു, ഇതൊക്കെ ഒരു ശല്യമാണ് എന്നൊക്കെ ഒരുപക്ഷെ പലരുടെയും മനസ്സിൽ തോന്നിയിട്ടുണ്ട്, അല്ലേ? തോന്നിയിട്ടുണ്ടാവില്ലേ? ഇത്രയും മക്കളൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇതൊന്നും വേണ്ടായിരുന്നു. ബുദ്ധിമുട്ട് കൂടുമ്പോൾ, പ്രയാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിനപ്പുറം ഒരു ലക്ഷ്യമുണ്ട്, അല്ലേ? അതിനപ്പുറം ഒരു കടന്നു പോകലുണ്ട്. ആ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ മക്കളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു ദൈവ അനുഗ്രഹമുണ്ട്. ആ ദൈവ അനുഗ്രഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഞാൻ വളർന്നത് 6 പേരുള്ള 8 ഞങ്ങൾ ഉൾപ്പെടെ 8 പേരുള്ള ഒരു കുടുംബത്തിലാണ് ഞങ്ങൾ വളർന്നത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ ഞങ്ങൾ നേരത്തെ മോൺസിനെ പരിചയപ്പെട്ടതുപോലെ ഞങ്ങൾ 4 പെണ്ണുങ്ങളും 4 ആണുങ്ങളുമാണ്. ഞങ്ങൾ ഒരു കൂട്ടകുടുംബം പോലെ വളർന്നു. ഇന്നും ആ ഒരു ബന്ധം സൂക്ഷിക്കുവാനായി ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ വല്യമ്മയും വല്യപ്പനുമാണ്. ഞാൻ ആ കുടുംബത്തിലാണ് വളർന്നത്. ഞാൻ എൻ്റെ അമ്മയ്ക്കും അപ്പനും ഒരു മകൻ മാത്രമേ ഉള്ളൂ. ഞാൻ കുഞ്ഞുനാൾ മുതൽ 2 വയസ്സായതുപോലെ ആ കുടുംബത്തിലാണ് വളർന്നത്. പക്ഷേ ആ കുടുംബത്തിൽ വളർന്നപ്പോൾ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ജീവിത മൂല്യം ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കും, കൂട്ടായ്മയിൽ, സ്നേഹത്തിൽ, പരസ്പരം സഹകരണത്തിൽ എങ്ങനെ ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് ആ കുടുംബത്തിൻ്റെ അപ്പനിലൂടെയും അമ്മയിലൂടെയും ഞങ്ങളുടെ സഹോദരങ്ങളിലൂടെയും
എനിക്ക് പഠിക്കുവാനേ സാധിച്ചു. ഇത് തന്നെയാണ് കൂട്ടുകുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. നമ്മുടെ മക്കൾ കൂടുമ്പോൾ, കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുമ്പോൾ, ആ കുടുംബത്തിൽ ഈ സാഹോദര്യം അത് സമൂഹത്തിലും പ്രകടമാക്കും, ഇടവകയിലും വിശ്വാസ ജീവിതത്തിലൊക്കെ പ്രകടമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ദൈവ അനുഗ്രഹമായി തന്നെ മാറും. ഇന്നുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അതൊക്കെ മാറിപ്പോകുന്നൊരു സമയം വരും. ഈ മക്കളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വലിയ കുടുംബങ്ങളിൽ ഉള്ള മക്കൾ, കൂടുതലുള്ള കുടുംബങ്ങളിൽ ഒരിക്കലും ഭാവിയിൽ എന്തുണ്ടാവുകയില്ല, തകർച്ചകൾ ഉണ്ടാവാറില്ല. അവിടെയൊക്കെ നന്മകൾ നിറയുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ ഒരു കൂട്ടായ്മയ്ക്ക് ബഹുമാനമുള്ള, ഞാൻ കഴിഞ്ഞ നമ്മുടെ ആശ്രയ പദ്ധതി നടന്ന സമയത്ത് നമ്മളെപ്പോഴും ഇടവകയിൽ മാസവരിയെക്കുറിച്ച് പറയുമ്പോഴും മറ്റ് സംഭാവനകൾ കൊടുക്കുന്നതിന് പറയുമ്പോഴെപ്പം എപ്പോഴും നമ്മൾ കളിയാക്കാറുണ്ട്, അല്ലേ? രൂപത ഇങ്ങോട്ട് താ ചോദിക്കുന്ന ഒരു മനോഭാവം നമ്മൾ കളിയാക്കാറുണ്ട്. നമ്മൾ 90% ആൾക്കാരും അതിനെ പരിഹസിക്കാറുണ്ട്. പക്ഷേ രൂപതയിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് കിട്ടുന്ന ആരും എന്ത് ചെയ്യാറില്ല, എക്സ്പോസ് ചെയ്യാറില്ല, അല്ലേ? പറയാറുണ്ടോ? ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടു, ഒരു കുടുംബം ഇവിടെ വന്ന ഒരു അപ്പനും മോളും കൂടെ ഒരു വിവാഹ സാമ്പത്തിക സഹായം വാങ്ങിച്ചു, അല്ലേ? അപ്പം നമ്മുടെ രൂപത ഇങ്ങനെയുള്ള കെയറിങ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. രൂപത മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അഭിവിധ പിതാവായാലും, മോൺസിഞ്ഞർ ക്രിസ്താസച്ചനായാലും, കുടുംബപ്രേക്ഷക ശുശ്രൂഷയായാലും, മറ്റു വൈദികരായാലും. ഞാൻ ഈ രൂപതയിലിപ്പോൾ രൂപത സ്ഥാപിതമായത് മുതൽ അതിനു മുമ്പേ ആനിമേറ്റർ ആയിരുന്ന ആളാണ് തിരുവനന്തപുരം രൂപത വെച്ച്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ ഈ ഇരിക്കുന്ന വൈദികരൊക്കെ ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ, കുഞ്ഞു മീൻസ് ഞങ്ങൾ ഈ ശുശ്രൂഷ കടന്നു പരിചയമുള്ളവരാണ്. ഈ വൈദികരുടെ എല്ലാം സാന്ത്വന സ്പർശം അനുഭവിക്കാൻ കഴിഞ്ഞവനാണ് ഞാനും എൻ്റെ കുടുംബവും. അത് ഈ അടുത്ത കാലത്ത് വരെ, ഈ നിമിഷം വരെ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ജീവിതത്തിൻ്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഒരു ആശ്രയമായി, ഒരു ആശ്വാസമായി കൂടെ നിൽക്കുന്നവരാണ് ഈ രൂപതയിലെ ഓരോ വൈദികരുമെന്ന് എനിക്ക് പറയുവാൻ സാധിക്കും. ഞാൻ അങ്ങനെ അനുഭവിച്ചവനാണ്. അഭിവന്യ പിതാവിൻ്റേതായാലും, മോൺസിഞ്ഞോർ ക്രിസ്താസച്ചൻ്റേതായാലും, ഈ ഇരിക്കുന്ന വൈദികരുടെ ആയാലും, ഇവിടെ ഇല്ലാത്ത വൈദികരുടെ പോലും ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രൂപതയുടെ ദൈവജനത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ആശ്വാസവും സന്തോഷവും ആശ്രയമായി തീരുന്നവരാണ് നമ്മുടെ രൂപതയിലെ ഓരോ വൈദികരും. അപ്പോൾ അത് നമ്മൾ കൂടെ മനസ്സിലാക്കണം. നമ്മൾ മറ്റുള്ളവരോട് പറയാൻ സാധിക്കണം. നമുക്ക് ഞങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുക മാത്രമല്ല, അതുപോലെ ഇങ്ങോട്ടും പലരെയും എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത്. അത് നമ്മൾ ബോധ്യം കൊടുക്കുവാൻ സാധിക്കണം. ആ ഒരു അവബോധമാണ് യഥാർത്ഥത്തിൽ നമ്മളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനും മറ്റുള്ളവരെ ഇതൊരു പ്രേക്ഷിത ശുശ്രൂഷയാണ്. നമ്മോടൊപ്പം രൂപതയുണ്ട്, അഭിവന്യ പിതാവുണ്ട്, വൈദികരുണ്ട്, മറ്റു ശുശ്രൂഷകരുണ്ട് എന്ന ബോധ്യം മറ്റുള്ളവരെ പങ്കുവയ്ക്കപ്പെടുമ്പോൾ അതൊരു വലിയ ഒരു പ്രേക്ഷിത ശുശ്രൂഷയാണ്. അത് രൂപതയുടെയും നമ്മുടെ ഇടവകയുടെയും വിശ്വാസ വളർച്ചയ്ക്ക് നമ്മൾ സഹായിക്കും, മറ്റുള്ളവരെ സഹായിക്കും എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അപ്പോൾ ഈ സംഗമത്തിന് എല്ലാവിധമായ ആശംസകൾ നേരുന്നു. ഇവിടെ കടന്നു വന്ന എനിക്ക് തോന്നുന്നു ഇനിയും കടന്നു വരാൻ 10-ലധികം വരുന്ന കുടുംബങ്ങൾ ഇനിയുമുണ്ട്. 10-ലധികം കുടുംബം ഇനിയുണ്ട്. അപ്പോൾ അത്രയും കുടുംബങ്ങൾ ഈ കാലാവസ്ഥ മോശമായതുകൊണ്ടൊക്കെ ആയിരിക്കാം പലരും എത്തപ്പെടാൻ സാധിക്കാത്ത. എന്തായാലും എല്ലാവർക്കും എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ആശ്രയ കൂട്ടായ്മയിലുള്ള കുട്ടികളുടെ സഹായ വിതരണം കഴിഞ്ഞ ദിവസം ലോഗോസിൽ വെച്ച് മോൺസിഞ്ഞോർ തന്നെയാണ് നൽകപ്പെട്ടത്. അന്ന് വരാൻ സാധിക്കാത്ത 2 കുടുംബങ്ങൾ ഇന്ന് ഇവിടെ വിളിച്ചിട്ടുണ്ട്. അവർക്കുള്ള സഹായം, പഠന സഹായം ഇവിടെ വെച്ച് നൽകപ്പെടുവാനായിട്ട് ക്ഷണിക്കുകയാണ്. ആശ്രയ എന്ന് പറയുന്നത് മനസ്സിലായിക്കാണ്. ആശ്രയ എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാപിതാക്കൾ 2 പേരും നഷ്ടപ്പെട്ടു പോയ കുട്ടികൾ. ആ കുട്ടികളെ പരിപാലിക്കുന്നവർ, അവർ നോക്കുന്ന അപ്പൂപ്പനോ അമ്മമ്മയോ അങ്കിളുമാരോ മറ്റുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ അവരുടെ കൂട്ടായ്മയാണ്. നമുക്ക് 13-ലധികം കുടുംബങ്ങൾ അങ്ങനെ അല്ലാതെ 1-2 കുടുംബങ്ങളെ ചേർത്തിട്ടുണ്ട്. അതിൽ അമ്മ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അപ്പൻ നഷ്ടപ്പെട്ടു പോയി, അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് കുട്ടികളെ വളർത്തുന്നത്. അങ്ങനെയുള്ള 2-3 കുടുംബങ്ങൾ, അങ്ങനെ 17 കുടുംബങ്ങൾ നമുക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ 2 പേരുടെ കുടുംബങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഉച്ചക്കടയിൽ നിന്ന് ആൻറ്റോയുടെ കൂടെ വന്ന കുടുംബത്തിലുള്ളവരിങ്ങി വരാമോ? ലിബിനും പേയാട് എന്നുള്ള
ലിബിനും കുടുംബത്തിൽ നിന്ന് വന്ന അവരും കൂടെ ഇങ്ങോട്ട് വരിക. ഓക്കെ, ഈ അമ്മയും കുഞ്ഞിനെയും കൈയെടുത്ത് അഭിനന്ദിക്കാം. അങ്ങോട്ട് നോക്കിയെന്ന് അങ്ങോട്ട്. താങ്ക് യു അച്ഛാ. അച്ഛനെ മറ്റൊരു ആവശ്യമുണ്ട്. അച്ഛനിവിടെ ഓഫീസ് വർക്കുള്ളതുകൊണ്ട് അച്ഛന് താങ്ക്സ് പറയുകയാണ്, നന്ദി പറയുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഓക്കെ, നമുക്കിന്നെ പരിചയപ്പെടലിലേക്ക് പോകാം. അതിനുശേഷമാണ് നമുക്ക് ഈ ഗിഫ്റ്റൊക്കെ കൈമാറുന്നു. നിങ്ങളുടെ സഹായം അത് ചില കുടുംബങ്ങൾക്ക് ക്യാഷും കൂടെ നൽകപ്പെടുകയും ചെയ്യുന്നതാണ്. വിജയിച്ച SLC+2 വിജയിച്ച മക്കളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് കുട്ടികൾക്കും എല്ലാവർക്കുമുള്ള സമ്മാനങ്ങൾ, പഠന സമ്മാനങ്ങളൊക്കെ നൽകപ്പെടുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോവുകയും ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മളെല്ലാവരും പരിചയപ്പെടുത്തൽ കർമ്മത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഓരോ കുടുംബങ്ങളായിട്ട് ഒരുമിച്ച് വന്നു നിന്നുകൊണ്ട് അവർ സദസ്സിൽ പരിചയപ്പെടുത്തുക. ഈ മൈക്രോഫോൺ പിടിച്ചേക്കുക അതിൽ കിട്ടുവാൻ വേണ്ടിയായിട്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരെയും അറിഞ്ഞിരിക്കണം. ഏതിടവകയാണ്, പേര്, ക്ലാസ്, അപ്പനും അമ്മയും ആരൊക്കെ ഉണ്ട് വീട്ടിൽ, പിന്നെ ഇവിടെ എത്രാമത്തെ തവണയാണ്, ആദ്യമായിട്ടാണെങ്കിൽ രണ്ടാമത്തെ തവണയാണ്, മൂന്നാമത്തെ തവണയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇവിടെ ഇരിക്കുന്നവർ ആരെയൊക്കെ പരിചയമുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ പാടാനും വരയ്ക്കാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ ഒരു പാട്ടൊക്കെ പാടാൻ കഴിവുള്ളൊരു പാട്ട് പാടുക. അങ്ങനെയാണ് നിങ്ങൾ ക്ഷണിക്കുക. ഓക്കെ, വാ നിങ്ങളുടെ. എൻ്റെ പേര് ബിന്ദു. എനിക്ക് ഭർത്താവ് വീട്ടിലുണ്ട്, ഒരു കൊച്ചും വീട്ടിലുണ്ട്. ഇത് 3 പേര് എൻ്റെ മക്കളാണ്. ഒരു മോള് വന്നില്ല. പിന്നെ വീട്ടിൽ ചേട്ടൻ്റെ അമ്മയുണ്ട്. ഇത്രയേ ഉള്ളൂ വീട്ടിൽ. സ്വന്തം സ്ഥലം അമരവിള. ഞാൻ ഉദയൻ സെൻറ്റ് മേരീസ് ചർച്ച് ഉദയംകുളങ്ങര ഇടവകയിലാണ് പോകുന്നത്. മൂത്ത മോൾ വന്നില്ല, അവളെ പേര് ആതിര. എൻ്റെ പേര് ആരതി. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞ് നിൽക്കുകയാണ്. കാഞ്ഞിരംകുളം UITയിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ പേര് അഞ്ജലി. ഞാൻ +2 ഇപ്പോൾ ജയിച്ച് നിൽക്കുന്നു. എൻ്റെ പേര് അപർണ. ഞാൻ ഇപ്പോൾ +1 ജയിച്ച് നിൽക്കുന്നു. എൻ്റെ പേര് ബിനു. കാരോട് ഇടവകയിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ 4 മക്കളാണ്. മൂത്ത 2 പെൺകുട്ടികൾ, ഇത് ട്വിൻസാണ്. ഇളയത് ഒരു മോനും ഒരു മോളും. എൻ്റെ പേര് റിൻസി. മൂത്ത മോളാണ്. എൻ്റെ പേര് ബിനിഷ. ഞാൻ പഠിക്കുന്ന 8ാം ക്ലാസ്സിലാണ്. സ്കൂള് ബ്രാലി. എൻ്റെ പേര് അഭിഷ. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സ്കൂള് ബ്രാലി. എൻ്റെ പേര് ജിലിൻ. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ജെലിൻ ജോസഫ് ബിനു. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ബ്രാലി. എൻ്റെ പേര് അലാഡിയ. എനിക്ക് എൻ്റെ ക്ലാസ് 4ാം ക്ലാസ്. ഞാൻ ബ്രാലി സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ജയരാജ്. എനിക്ക് 4 മക്കളാണ്. മൂത്തവർ 3 പേര്. ഒരാൾ 2 പേര് വന്നിട്ടില്ല. അവൾ ഇളയതാണ്. പിന്നെ ഞാൻ തത്തീരി ഇടയിലാണ്. തത്തീവർ ഇടവക. അതെ. ഇനി മോൾ. എൻ്റെ പേര് ജിജി. ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് പഠിക്കുകയാണ്. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജിയാണ് പഠിക്കുന്നത്. ഒരു പ്രസവത്ത് 3 പേരാണ്. 2 പേര് വന്നിട്ടില്ല. ഒരാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട് എൻഡോസ്കോപ്പിക്ക്. ഒരാൾ കണ്ണൂർ പഠിക്കുന്നുണ്ട് റേഡിയോളജി. പിന്നെ ഇതെൻ്റെ അനിയത്തിയാണ്, 10th പഠിക്കുകയാണ്. എൻ്റെ പേര് സൂര്യ. ഞാൻ 10th പഠിക്കും. സൂര്യ. എന്തായാലും നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം.
എൻ്റെ പേര് ബിനു. ഞാൻ എം.കോം കഴിഞ്ഞു. എം.കോം കഴിഞ്ഞു. എൻ്റെ പേര് അർച്ചന. മെഡിക്കൽ BSc ഡയാലിസിസ്. BSc ഡയാലിസിസ് ഫസ്റ്റ് ഇയർ. അഭിത്ര. SSLC കഴിഞ്ഞു. എൻ്റെ പേര് ശാന്തി. ഹസ്ബൻഡ് സുരേഷ് ബാബു. എനിക്ക് 4 മക്കളാണ്. എൻ്റെ പേര് സാവിയോ. കൊളത്ത സ്കൂളിൽ ഇപ്പോൾ SSLC കഴിഞ്ഞു. എൻ്റെ പേര് സാൻപിയോ. ഞാൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സെൻറ് മേരീസ് LP സ്കൂളിലാണ്. എൻ്റെ പേര് ജോഹന്ന. ഞാൻ ഇനി 9 സെൻറ് മേരി HS മരിയാപുരം. എൻ്റെ പേര് ജോവാന. ഞാൻ ഇനി 9 സെൻറ് മേരീസ് HS മരിയാപുരം. കോരന്നൂർ ഇടവകയാണ്. എൻ്റെ പേര് ഗ്ലാഡീസ്. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്, ജെയിംസ്. നേരത്തെ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇടയ്ക്കാണ് പുള്ളി ഗൾഫിൽ പോയത്. 4 മക്കള്, 3 മോളും 1 മോനും. പരിചയപ്പെടുത്തോ, ഉറക്കെ പരിചയപ്പെടുത്തോ. എൻ്റെ പേര് സച്ചു ജെയിംസ്. എൻ്റെ പേര് സച്ചു ജെയിംസ്. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ന്യൂ ഹയർ സ്കൂൾ. ന്യൂ ഹയർ സെക്കൻഡറി. എവിടെ? നെല്ലിമൂട്. ഓക്കേ. എൻ്റെ പേര് ആനി ജെയിംസ്. ആനി ജെയിംസ് എന്നാണ് കേട്ടോ പേര്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. HSR ഗേൾസ് വെങ്ങാനൂർ സ്കൂളിൽ. എൻ്റെ പേര് അഞ്ജു ജെയിംസ് എന്നാണ്. എൻ്റെ പേര് അഞ്ജു ജെയിംസ് ആണ്. ഞാനിപ്പോൾ വെങ്ങാനൂർ ഗേൾസിൽ SSLC കഴിഞ്ഞു. എൻ്റെ പേര് ആൻസി. ഞാനിപ്പോൾ +2 കഴിഞ്ഞു. നഴ്സിംഗിന് പോകാനാണ് ആഗ്രഹം. ഓക്കേ, നല്ലൊരു ഗൈഡ് നമുക്ക് രാജേഷാണ്. കീഴാറ് ഇടവകയിൽ പെരുങ്കടവള പള്ളിയിലാണ്. ഞാൻ കൂലിപ്പണിയാണ്. 4 മക്കളാണ്. എൻ്റെ പേര് റീന. ഞാൻ മലപ്പുറത്താണ്. LP വിഭാഗത്തിലെ ഒരു ടീച്ചറാണ് കേട്ടോ. മലപ്പുറത്താണ് പഠിപ്പിക്കുന്നത്. നല്ലൊരു കാര്യം നമുക്ക് കൊടുക്കാവുന്നതാണ്. മൂത്തനാരാണ്? ഏറ്റവും മൂത്തത്. മുന്നോട്ട് വാ. എൻ്റെ പേര് ആൽഫിൻ. ആൽഫിൻ എന്നാണ് പേര്. ആൽഫിൻ എന്ത് ചെയ്യുന്നു? +2 കഴിഞ്ഞു. ഡിഗ്രി +2 കഴിഞ്ഞു. നല്ല മാർക്ക് കിട്ടി. വെരി ഗുഡ്. ഇനി ഡിഗ്രിക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ. എടുക്കാൻ ഏത് വിഷയം പഠിക്കാനായിട്ട് ഏതാണ് ഇഷ്ടം പഠിക്കാനായിട്ട്? പൊളിറ്റിക്സ്. രാഷ്ട്രീയക്കാരൻ, രാഷ്ട്രീയ ഭാവിയൊക്കെ ഉള്ള ആളാണ്. എൻ്റെ പേര് ആൻമരിയ. ആൻമരിയ എത്ര ക്ലാസ് പഠിക്കുന്നു? ഇനി 7ാം ക്ലാസ്സിൽ. ഓക്കെ. ഏത് സ്കൂളില്? മലപ്പുറം. അമ്മയുടെ കൂടെയാണ്. വെരി ഗുഡ്. ഓക്കെ. ഏറ്റവും ഇളയത് ആരാ? ടിൻസ് ആണോ ഇത്? 2 ടിൻസ് ആണ് കേട്ടോ. കുറെ ടിൻസ് ഉണ്ട് നമുക്ക് ഇവിടെ. ഓക്കെ. കേട്ടില്ല. ഏബൽ. ഏബൽ എന്നാണ്. ഏദൻ. നല്ല പേരാണ്, ഏദൻ. ഓക്കെ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഏത് സ്കൂളിൽ പഠിക്കുന്നത്? മലപ്പുറത്ത്. എല്ലാവരും മലപ്പുറത്താണ്. ഓക്കെ. അടുത്ത പേരെന്താ? ഇമ്മാനുവൽ. ഏദനും ഇമ്മാനുവൽ ടിൻസ് ആണ് കേട്ടോ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. മലപ്പുറത്ത് തന്നെയാണ് പഠിക്കുന്നത് അല്ലേ? ശരി. ഓക്കെ. വചനം പറയും. നല്ലൊരു കാര്യം എടുക്കാം കേട്ടോ. വചനം പറയാൻ പോവാ കേട്ടോ. പറഞ്ഞേ. 1 യോഹന്നാൻ 4:16. ദൈവം സ്നേഹമാവുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവർ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. സങ്കീർത്തനം 128. 1 കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻ.
യോഹന്നാൻ 8:12 ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവരുടെ ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ലൂക്ക 18:16 ശിശുക്കൾ എന്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. മത്തായി 21:13 എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നല്ലൊരു കൈ കൊടുക്കും കേട്ടോ. 5 വചനം പറഞ്ഞു. വെരി ഗുഡ്. ഒരു പാട്ട് പാടും. പാട്ട് പാടും. ഉറക്കപ്പാടണേ, ഉറക്കപ്പാടണം. അവർ കേൾക്കണം, അങ്ങ് ഇരിക്കുന്നവർ കേൾക്കണം. അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. നല്ലൊരു കാര്യം നമുക്ക് നന്നായിട്ട് പാടി. എൻ്റെ പേര് റീജ. പേര് റീജ എന്നാണ് കേട്ടോ. പേര് റീജ. കുഴിവിള ഇടവകയിൽ നിന്ന് വരുന്നു. കുഴിവിള ഇടവക, മുള്ളുവിളയുടെ സബ്സ്റ്റേഷൻ പോലെ കുഴിവിള. അപ്പോൾ ഞാൻ IT കഴിഞ്ഞേക്കുവാണ്. ജോലിയൊന്നും ആയിട്ടില്ല? ഇല്ല. ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടെ വന്നത് എൻ്റെ അച്ഛൻ. പേരെങ്ങനെയാണ്? വിജയ്. ശരി. എത്ര മക്കളാണ് നിങ്ങൾക്ക്? ഞങ്ങൾക്ക് 3 പേര്. ഇത് ഇളയതാണോ? ശരി, വെരി ഗുഡ്. പരിചയപ്പെടുത്തോ, ഉറക്കെ പരിചയപ്പെടുത്തോ. പറഞ്ഞോ. അയ്യോ, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. സന്തോഷമായിട്ട് പറഞ്ഞു. എന്റെ പേര് അദ്വൈത്. കേട്ടില്ല, ഉറക്കെ പറഞ്ഞു. എന്റെ പേര് അദ്വൈത്. എന്നാണ് കേട്ടോ പേര്. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? അടുത്ത 3ാം ക്ലാസ്സിൽ. അടുത്ത 3ാം ക്ലാസ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മുള്ളുവിള സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ആരാ? ഒരു മിടുക്കി നീ പോണ്ട് ഇവിടെ. പറഞ്ഞ പേര് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. അക്ഷര. അക്ഷര, നല്ല പേരാണ് കേട്ടോ, അക്ഷര. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? അടുത്ത 1ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. വെരി ഗുഡ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മുള്ളുവിള. ഇതെന്താ പേര് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞു. അതുല്യ. നല്ല പേരാണ് കേട്ടോ, അതുല്യ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? നഴ്സറി ആണോ? അടുത്ത നഴ്സറിയിലാണ് പോകുന്നത്. വെരി ഗുഡ്. ഇത് റയ. ഇപ്പം എത്ര മാസമായി? 1 വയസ്സായി. 1 വയസ്സായി കേട്ടോ. അപ്പോൾ ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. മെത്രാന്റെ കയ്യിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. സൂക്ഷിച്ചു നോക്കിയാണ് എന്നെ. ഓക്കെ, നല്ലൊരു കൈഡ് നമുക്ക് ഇവർക്ക് കൊടുക്കാവുന്നതാണ്. ആര് പാട്ട് പാടും? അല്ലെങ്കിൽ കഥ പറയോ? പാട്ടോ കഥയോ ആർക്കെങ്കിലും അറിയാമോ? പാട്ട് പാടൂലേ? നഴ്സറി പഠിച്ചിട്ട് പാട്ട് പാടൂ. 1ാം ക്ലാസ്സിൽ പോവല്ലേ, ഒരു പാട്ട് പാടിയിട്ട് പോയാൽ മതി. പാടിയേ, നല്ലൊരു പാട്ട് പാടിയേ. Johnny is Papa, eating sugar no Papa, selling lies no Papa, opium of ha ha ha. ഞങ്ങളുടെ ഇടവക പാലിയോടാണ്. പേര് പറഞ്ഞില്ല. ശാന്തി. പാലിയോടാണ്. എനിക്ക് 4 മക്കളുണ്ട്. മൂത്തത് 3 ആൺമക്കളാണ്. പിന്നെ ഇളയതാണ്, 4ാമത്തേതാണ് ഇവള്. മൂത്ത മോയി ഒരു MA കഴിഞ്ഞു, ഹിസ്റ്ററിയാണ്. ഇപ്പോഴ് MA പഠിക്കുന്നത്, കാര്യവട്ടത്താണ്. സോഷ്യോളജിയാണ് വിഷയം. 2ാമത്തെ മകൻ MA B.Ed ആണ്. ഇപ്പോഴ് ഒരു MA കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാര്യവട്ടത്താണ്. അത് ആദ്യത്തെ ഹിസ്റ്ററി ആയിരുന്നു, ഇപ്പോഴും പൊളിറ്റിക്സ് ആണ്. 3ാമത്തെ മോനാണെങ്കിൽ ഇവിടെ ആയുർവേദ ഡോക്ടറായിട്ട് തിരുവനന്തപുരത്ത് പഠിക്കുകയാണ്. 27-ാം തീയതി പിന്നെ 4ാമത്തെ വർഷത്തിന്റെ പബ്ലിക് പരീക്ഷ നടക്കുകയാണ്. അപ്പൊ നാളെയും പരീക്ഷ ഉള്ളത് കൊണ്ട് ഹോസ്റ്റലിലാണ്, വന്നില്ല. 2ാമത്തെ മോനും ഹോസ്റ്റലിൽ കൂടെ നിൽക്കുകയാണ്. അപ്പം 4ാമത്തേതാണ് ഇവള് TTC കഴിഞ്ഞു. ഞാൻ DL.Ed കഴിഞ്ഞു. ഇനി ഡിഗ്രിക്ക് പോകണമെന്നാണ് ആഗ്രഹം. +2 കഴിഞ്ഞിട്ടാണ് നേരെ TTCയിലോട്ട് പോയത്. അതുകൊണ്ട് ഇനി ഡിഗ്രിക്ക് പോകണം. പിന്നെ PSC പഠിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ തന്നെ
ചേട്ടായിമാരുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവർക്ക്. അപ്പോൾ ഡബിൾ MA ഒക്കെ പഠിക്കുക വളരെ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഗൈഡ് നമുക്ക് ഇവിടുന്ന് തീർച്ചയായിട്ടും പാട്ട് വിടുന്നുള്ളൂ. തിരുനാൾ 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 തിരുവവതാര പെരുനാൾ കന്യാതനയൻ പിറന്ന നാൾ ഈ മണ്ണിൽ പുണ്യം പിറന്ന നാൾ തിരുനാൾ 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 വെള്ളി താരമുദിച്ചല്ലോ ലില്ലി പൂക്കൾ വിരിഞ്ഞല്ലോ വെള്ളി താരമുദിച്ചല്ലോ ലില്ലി പൂക്കൾ വിരിഞ്ഞല്ലോ വിരുന്നിനണയൂ വിരുന്നിനണയൂ പിന്നിലെ രാജകുമാര തിരുനാൾ 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 തിരുവവതാര പെരുനാൾ കന്യാതനയൻ പിറന്ന നാൾ ഈ മണ്ണിൽ പുണ്യം പിറന്ന നാൾ തിരുനാൾ 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 പാതകളിൽ പൂവിതറില്ലേ പാട്ടും പനി നീർ തൂകില്ലേ പാതകളിൽ പൂവിതറില്ലേ പാട്ടും പനി നീർ തൂകില്ലേ പാവന സങ്കീർത്തന പുഷ്പങ്ങൾ പാലിൽ നിരന്നു വിടർന്നില്ലേ തിരുനാൾ 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 തിരുവവതാര പെരുനാൾ കന്യാതനയൻ പിറന്ന നാൾ ഈ മണ്ണിൽ പുണ്യം പിറന്ന നാൾ തിരുനാൾ തിരുനാൾ തിരുനാൾ. എൻ്റെ പേര് റോജർ എന്നാണ്. കേട്ടോളെ റോജർ എന്നാണ് പേര്. ബാലരാമപുരാണ് എൻ്റെ ഇടവക. 4 മക്കളാണ്. മൂത്തയാൾ +2 അടുത്ത്, ഇത് 9ാം ക്ലാസ്സിൽ, 6ാം ക്ലാസ്സിൽ, അടുത്ത് 1ാം ക്ലാസ്സിലാണ്. എൻ്റെ പേര് ശാലിനി. ശാലിനി ഹൗസ് വൈഫാണ്. എൻ്റെ പേര് ജോയൽ. ഇനി +2ലേക്ക് പോയാണ്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ആള്. എൻ്റെ പേര് ബെൻ. ഞാനിനി 9ാം ബെൻ. എൻ്റെ പേര് മരിയ. ഞാൻ ഇനി 6ാം ക്ലാസ്. ഇനി 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ്? സെന്റ് തെരേസസ്. സെന്റ് തെരേസസ്. ഓക്കെ. എൻ്റെ പേര് മിഷേലിയോൻ. ലിയോണി. അപ്പോൾ ഈ കുടുംബം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് നടക്കുന്ന സമയത്ത് നമുക്കൊരു സെക്ഷൻ ക്ലാസ് ഉണ്ട്, ബിഗ് ഫാമിലി ഷെയറിംഗ്. അതായത് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്ക് എന്താണ് കുടുംബജീവിതത്തിൻ്റെ, എങ്ങനെ 4 മക്കളുണ്ട്, അവരുടെ ജീവിതം എങ്ങനെയാണ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് അതിലൊരു കുടുംബം ഇവരാണ്. ഇവരെ വിളിക്കുമ്പോൾ സന്തോഷത്തോടെ വരികയും അതിൽ നേരത്തെ ഇവരും വരും. അവർക്ക് കുടുംബജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എങ്ങനെ ഒരുമിച്ച് എങ്ങനെ നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഒരു ക്ലാസ് എടുക്കുന്ന ഒരു കുടുംബം കൂടിയാണ് ഇവർ. തീർച്ചയായിട്ടും നമ്മളെ നല്ല രീതിയിൽ രൂപതയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു. അപ്പോൾ അവർക്ക് നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാവുന്നതാണ്. പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനിൽ പ്രസാദ്. ഡ്രൈവറാണ്. ടെമ്പോ ഡ്രൈവറാണ്. ടെമ്പോ ഡ്രൈവറാണ്. ഏത് ഇടവകയാണ്? കാഞ്ഞിരംകുളം ഇടവക അംഗങ്ങളാണ്. എനിക്ക് 4 മക്കള്, 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും 2 ആൺകുട്ടികളും. ഇത് ടിൻസ് ആണോ? വീണ്ടും 2 ടിൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. പറഞ്ഞോ. എൻ്റെ പേര് ഫെബിനാണ്. ഫെബിൻ എന്നാണ് പേര്. കാണാമോ? ഫെബിൻ പറഞ്ഞോ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? LKG ക്ലാസ്. LKG പഠിക്കുകയാണ്. ഇനി LKGയിലാണോ? ഇനി UKGയിൽ പോകാൻ അല്ലേ? രണ്ടുപേരും UKG ആണോ? എവിടെയാ പഠിക്കുന്നത്? കാഞ്ഞിരംകുളത്താണ് പഠിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മോള് പറ. എന്നിട്ട് പാട്ട് പാടണേ. പാട്ട് പാടുവോ? പാട്ട് പാടും. എൻ്റെ പേര് അനീറ്റ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? അടുത്ത 6ാം ക്ലാസ്. ഏത് സ്കൂളില്? സെന്റ് ക്രിസോസ്റ്റംസ്. ഓക്കെ, വെരി ഗുഡ്.
അപ്പോഴേ ആരാ പാട്ട് പാടുന്നത്? നീ പാടും. വെരി ഗുഡ്. അവൻ പറഞ്ഞ അവൻ ചാടിത്തുള്ളിരിക്കാൻ പാട്ടോടെ. റെഡി? ജോഡി ജോഡി കേട്ടോളൂ. ആ ബാക്കി പാടിക്കും. Eating children, no papa. Telling night, no papa. നമ്മുടെ തുടക്കം തൊട്ടേ ഉള്ള ഒരു കുടുംബമാണ് കേട്ടാ. നമ്മുടെ എല്ലാ പ്രോഗ്രാമിലൊക്കെ വരുന്നവരാണ്. ബെന്നിയാണ് പേര്. പേര് ബെന്നി എന്നാണ്. പാലിയോട് ഇടവക അംഗങ്ങളാണ്. 4 മക്കളാണ്. 4 മക്കളുണ്ട്. എന്റെ പേര് ജീവ, ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. 4 മക്കളുണ്ട്. 4 പേര്. മൂത്തവളെ പേര് ബെൻസി. മുന്നോട്ട് വാ. എൻ്റെ പേര് ബെൻസി. SSLC കഴിഞ്ഞു. ഇനി എന്ത് പഠിക്കാൻ പോകുന്നു? ഡിഗ്രി. +1. സോറി, +1 എവിടെ പഠിക്കാൻ പോകുന്നു? കിട്ടിയില്ല. അടുത്ത ആളാണ്. എൻ്റെ പേര് ബെനിൻ. കേട്ടില്ല. ബെനിൻ എന്നാണ് പേര്. ഇനി എത്ര ക്ലാസ്സിൽ? ഇനി 9ാം ക്ലാസ്. ഇനി 9ാം ക്ലാസ്സിലേക്ക് പോകണം. ഏത് സ്കൂളിൽ? ആനാവൂർ സ്കൂൾ. ഓക്കെ. നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നീ? ഞാൻ വിജോ എന്നാണ് പേര്. ടിൻസ് ആണ് കേട്ടോ. ഇത് രണ്ടുപേരും ടിൻസ് ആണ്. ഒരുപാട് ടിൻസ് ഉണ്ടോ നമുക്ക്? ഓക്കെ. നാണം കൊടുക്കാൻ നേരം ഇല്ലേ? ഇനി 7ാം ക്ലാസ്സിലാണ്. ഏത് സ്കൂളിൽ? നീയോ? ഇനി 7ാം ക്ലാസ്. ഒരേ സ്കൂളിലാണ്. ഒരേപോലെ നടക്കുള്ളൂ കേട്ടോ. നല്ല ബാച്ചാണ് ഇവര്. ഓക്കെ, ശരി. ആരാ പാട്ട് പാടുന്നത്? രണ്ടുപേരും ചേർന്നൊരു പാട്ട് പാടുന്നത്. ചേർന്ന് പാടും. ശരി, വാ മൈക്ക് പിടിച്ചോ. ബെനിൻ. എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോ തന്നൊരമ്മേ, ആമേ മരിയ കന്യാമാതാവേ, ആമേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോ തന്നൊരമ്മേ. എൻ്റെ പേര് അലക്സ് എന്നാണ്. അലക്സ് എന്നാണ്. പടി ഇടവക ഏതാണ്? നമ്മളെ പുന്നക്കാട്. അടുത്ത് തന്നെയാണ്. പുന്നക്കാട് ഇടവക്കാരാണ്. എൻ്റെ വൈഫ് പരിചയപ്പെടുത്തോ? എൻ്റെ പേര് പ്രീതി. പ്രീതി എന്നാണ്. ഹൗസ് വൈഫാണ്. അല്ല, ജോലിയുണ്ട്. ഹരിതകർമ്മസേന പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയായിട്ട് വർക്ക് ചെയ്യുന്നു. പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യുകയാണ്. പരിചയപ്പെടുത്തോ മക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തോ. ഇത് മൂത്തയാണ് അല്ലേ? പറഞ്ഞേ. അടുത്ത 7ലോട്ട് പോകുന്നു. കേട്ടില്ല. അടുത്ത 7ലോട്ട്. പേര് പറഞ്ഞില്ല. ഡാഫ്നി അലക്സ് പെരേര. ഡാഫിനി. അലക്സ് പെരേര. അതാണ് ഉറക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഡാഗിനി എന്നൊക്കെ പറയും കേട്ടോ. അടുത്ത 7ലോട്ട്. അടുത്ത 7ാം ക്ലാസ്. ആ സ്കൂളിൽ വിക്ടറി വൊക്കേഷണൽ ആൾട്ടാണ്. ഓക്കെ. എൻ്റെ പേര് ഡാഫ്ലിയ. കേട്ടില്ല. ഡാഫ്ലിയ. നല്ല പേര്. ഓക്കെ, പറയുന്നത് പാടാണ്. അടുത്ത എത്ര ക്ലാസ്സിൽ? 3ാം ക്ലാസ്സിൽ. സ്മാർട്ട് ആയിരിക്കണം. നാളെ കിടന്ന് വേണ്ട കേട്ടോ. KVLP പുന്നക്കാട്. പുന്നക്കാട്. അപ്പൊ നമ്മൾ പിടിച്ചില്ല അങ്ങ് പോകും. എന്തൊരു നാണക്കേട്. ഇങ്ങോട്ട് വന്ന് പറഞ്ഞേ. അയ്യോ, ഇവരെ കുറച്ച് നാണക്കേട് മാറ്റി എടുക്കണം കേട്ടോ. നമുക്ക് പേര് പറഞ്ഞു. അൻഷിക എന്ന് പറയത്ര മടി എന്താ? അൻഷിക. നല്ല പേര്. അടുത്ത ഇനി എത്ര ക്ലാസ്സിൽ? 1ാം ക്ലാസ്സിലാണ്. അടുത്ത 1ാം ക്ലാസ്. ഇതാരാ? ആൻപിക. എത്ര ക്ലാസ്? 1ാം ക്ലാസ്. ഇനി 1ാം ക്ലാസ്. അപ്പൊ ഒരു പാട്ട് പാടില്ലേ നമുക്ക് വേണ്ടി? പാട്ട്. Ready, 1, 2, 3, start. കണ്ടു ദൂരെ അങ്ങ് വിണ്ണിൽ നിന്നും ഒരു ദൂതൻ വന്നു വാനിൽ, കേട്ടോ കാതിൽ വിണ്ണിൽ നിന്നും വാന ദൂതർ പാടും നാദം രാവിൽ, താരാജാലം ഏറ്റുപാടി സ്നേഹഗീതം നീലരാവിൽ, ഉണ്ണിയേശു പിറന്നൊരു ശാന്തരാത്രിയിൽ, കണ്ടു ദൂരെ അങ്ങു വിണ്ണിൽ നിന്നും ഒരു താരം വന്നു വാനിൽ. ഇവ നമുക്ക് ഏറ്റവും നമ്മുടെ നേരത്തെ രൂപത്തിൽ ഏറ്റവും വലിയ കുടുംബം ഇവരുടെ കുടുംബമാണ് കേട്ടോ. എൻ്റെ പേര് കുഞ്ഞുമോൻ എന്നാണ്. ഞങ്ങൾക്ക് 6 മക്കളിപ്പോൾ ഉണ്ട്. 7ാമത്തെ ഗർഭിണിയാണ്.
ഉദരത്തിലാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക. എന്ത് ചെയ്യുന്നു? ഡ്രൈവറാണ്. അദ്ദേഹം ഡ്രൈവറാണ് കേട്ടോ. എൻ്റെ പേര് രഞ്ജിനി, ഹൗസ് വൈഫാണ്, വട്ടപ്പാറ. മക്കളെ പരിചയം. ഏറ്റവും മൂത്ത ആളാരാ? ഏറ്റവും മൂത്ത ആളാ. എൻ്റെ പേര് അന്നാമരിയ. ഞാൻ അന്നാമരിയ. നല്ല പേരാണ് കേട്ടോ, അന്നാമരിയ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? അടുത്ത 7. ഇനി അടുത്ത ഏതാണ്? ഏത് സ്കൂളിൽ? സെങ്കുരേറ്റി. നാലാഞ്ചിറ. വെരി ഗുഡ്. നാലാഞ്ചിറയാണ് പഠിക്കുന്നത്. ഇനി അടുത്ത എത്ര ക്ലാസ്സിൽ പോകുന്നത്? 7ാം ക്ലാസ്. ഓക്കെ. എൻ്റെ പേര് ഏഞ്ചൽ മരിയ. ഏഞ്ചൽ മരിയ നല്ല പേരാണ്. എല്ലാ മാതാവിന്റെ പേരാണ് കേട്ടോ, നല്ല പേര്. ഏഞ്ചൽ മരിയ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? അടുത്ത 4. അടുത്ത 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഏത് സ്കൂളിൽ? സെങ്കുരേറ്റി. സെയിം സ്കൂൾ തന്നെയാണ്. വെരി ഗുഡ്. ഓക്കെ. പേര് പറഞ്ഞോ മക്കളെ. എൻ്റെ പേര് സാവിയോ ഡൊമിനിക്. സാവിയോ ഡൊമിനിക് നല്ല പേരാണ്. സാവിയോ ഡൊമിനിക്. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? 2ാം ക്ലാസ്. ഇനി 2ാം ക്ലാസ്സിലാണോ? വെരി ഗുഡ്. ഇനി 2ാം ക്ലാസ്സിലേക്ക് പോവാണ്. അടുത്ത മൂത്ത ആളാരാണ്? ഇതാണോ? എവരാണ്? സെഫാനിയോ ഡൊമിനിക് എന്നാണ്. സെഫാനിയോ കേട്ടോ, അവരെ കണ്ടോ? എന്റെ പേര് സെഫാനിയോ ഡൊമിനിക് എന്നാണ്. എത്ര ക്ലാസ്സിലേക്ക്? അടുത്ത UKG പോവുകയാണ്. താഴെയുള്ള ആള് ആഗ്നസ് മരിയ. നല്ല സൂപ്പർ പേരുകളാണ്. ആഗ്നസ് മരിയ LKG. വെരി ഗുഡ്. ഇത് അടുത്ത കാർലോ നല്ല പേരാണ്. കാർലോ പി നമുക്ക് വിളിക്കാം കേട്ടോ. പിതാവ് ജ്ഞാനസ്നാനം കൊടുത്ത് എത്ര ഒരു വയസ്സ് കഴിഞ്ഞു അല്ലേ? 1.5 വയസ്സായി. ഇപ്പൊ എത്ര മാസമായി? 8 മാസമായി. അപ്പോൾ ഒരു ന്യൂ ബോൺ ബേബി കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ അവരെ പ്രത്യേകിച്ച് നമ്മോട് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം എന്നാണ് കേട്ടോ. അപ്പം പ്രാർത്ഥനയിൽ അവരെന്നും മുന്നോട്ട് പോകട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ 7ാമത്തെ കുഞ്ഞ് എത്രയും പെട്ടെന്ന് ഈ ലോകത്തിലേക്ക് വന്ന് നമ്മോടൊപ്പം ആയിരിക്കട്ടെ. നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നല്ലൊരു കൈഡി നമുക്ക് പാട്ട് പാടുന്നത്. പാട്ട് പാടും. അമ്മയ്ക്കേകമകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേകമകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോ അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോ അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേകമകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു കാര്യം നമുക്ക് എടുക്കാം കേട്ടോ. വെരി ഗുഡ്. എൻ്റെ പേര് ബിന്ദു, പോരന്നൂർ ഇടവക. ഹസ്ബൻഡിൻ്റെ പേര് ഫ്രാൻസിസ് ടി രാജ്. ഹെൽത്ത് സർവീസിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഹൗസ് വൈഫാണ്. 5 മക്കളാണ് നമുക്ക്. മൂത്തയാൾ +2 പഠിക്കുന്നു, വന്നില്ല. മൂത്തയാൾ +2 പഠിക്കുന്നത്, വന്നില്ല. രണ്ടാമത്തെ ആള് പ്രഭിത മേരി. പ്രഭിത 10 കഴിഞ്ഞിപ്പോൾ. മൂന്നാമത്തെ ആൾ ഇനി അടുത്ത 10ലാണ്. 4ാമത്തെ ആൾ ആൽബിൻ ഫ്രാൻസിസ്. ആൽബിൻ ഫ്രാൻസിസ് ഇനി 8ലോട്ട്. ആൻഡോ ഫ്രാൻസിസ് 6ാം ക്ലാസ്സിൽ. ഫ്രാൻസിസ് ടി രാജ് എന്നാണ് പേര്. അദ്ദേഹം നല്ലൊരു കരിസ്മാറ്റിക് ആളാണ്. നല്ല രീതിയിൽ പ്രാർത്ഥനാ കൂട്ടായ്മയൊക്കെ സംഘടിപ്പിക്കുന്ന ഒരാളാണ്. ഈ കുടുംബത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നത് കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്നു. നമുക്ക് കുട്ടികൾക്ക് കുടുംബജീവിതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, മക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പുതിയ കുടുംബങ്ങളാകാൻ പോകുന്നവർക്ക് ക്ലാസ് എടുക്കുന്ന ഒരു ഫാമിലി കൂടിയാണ്. വളരെ മനോഹരമായിട്ട് ചിട്ടയോടുകൂടി വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ക്ലാസ് അവർ കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കൈ നമുക്ക് അവർക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാട്ട് നമുക്ക് എല്ലാവരും ചെയ്യാൻ പറ്റുക. കൂടുമ്പോളിമ്പമുള്ള കുടുംബം, കർത്താവുനാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. കൂടുമ്പോളിമ്പമുള്ള കുടുംബം, കർത്താവുനാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. ഇണക്കമില്ല, വാശിയുമില്ല,
ക്ഷമ ഞങ്ങൾ തൻ വിജയമന്ത്രം. പിണക്കമില്ല, വാശിയുമില്ല, ക്ഷമ ഞങ്ങൾ തൻ വിജയമന്ത്രം. കൂട്ടായി പ്രവർത്തിച്ച് കൂട്ടായി സ്തുതി ചൊല്ലി ഒന്നായി വളരുന്നു. ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം, ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, കർത്താവു നാഥനായ കുടുംബം. ഞങ്ങളുടെ കുടുംബം യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. അപ്പോൾ നമുക്ക് ഒരു ആശംസ, നമ്മുടെ ബിഗ് ഫാമിലി കൂട്ടായ്മ ഇതൊരു വലിയ കൂട്ടായ്മയാണ്. തീർച്ചയായും വളരെ സന്തോഷമാണ് നിങ്ങളുടെ സാമീപ്യം. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു ആശംസ പറയാൻ വേണ്ടിയിട്ട് ബാലരാമപുരം ഇടവക അംഗമായ റോജറിനെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ബിഗ് ഫാമിലിയുടെ എനിക്ക് തോന്നുന്നത് ഇത് മൂന്നാമത്തെ കൂടിവരവാണെന്ന് തോന്നുന്നു. മൂന്നാമത്തെ കൂടിവരവാണ്. ശരിക്കും ആദ്യമൊക്കെ ബിഗ് ഫാമിലി എന്ന് പറയുമ്പോൾ ഈ 4 കുട്ടികളെയൊക്കെ ഉള്ളവർ, ഇപ്പം അച്ഛൻ ആദ്യം പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇവളെന്താണ് നിത്യഗർഭിണിയാണോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് വൈഫിനെ നോക്കിയിട്ട് ചിലരൊക്കെ. പക്ഷെ ഇവിടെ വന്നപ്പോഴങ്ങനെയല്ല. നമ്മൾ ഈ അർത്തുങ്കൽ പോയപ്പോഴും അല്ലാതെ എറണാകുളത്തൊക്കെ പോയപ്പോൾ 6ഉം 7ഉം മക്കളുള്ളവരും ഉടനെ അടുത്ത ആഴ്ച ഡെലിവറി ആവണവർ പോലും വളരെ ഉത്സാഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നത് കണ്ടപ്പോൾ ഒന്നും അല്ല. ഇവിടെ തന്നെ ഇതാ കുഞ്ഞുമോനെ കാണുമ്പോഴും വളരെ അഭിമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കാണിക്കുന്ന ധൈര്യത്തിന്. പക്ഷെ ചിലരൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞുമോൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ 7ലൊന്നും നിൽക്കില്ലെന്നാണ് തോന്നുന്നത്, അല്ലേ? ഇല്ല, അങ്ങനെയാണ്. ദൈവം അനുഗ്രഹിച്ച് നൽകുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു കുടുംബമാണ്. കുഞ്ഞുമോൻ ഒരു സാമ്രാജ്യമായി വളരും എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇവിടെ നമുക്കിങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുവാനും നമ്മളെപ്പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുവാനുമായിട്ട് ഈ രൂപത തന്നെ ഇങ്ങനെ ഒരു വലിയൊരു സംരംഭം മുന്നോട്ട് കൊണ്ടുവന്നതിന് ആദ്യമേ തന്നെ ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത നമ്മുടെ ജോസഫ് രാജേഷ് അച്ഛനും പിന്നെ ജസ്റ്റിൻ ഫ്രാൻസിസ് അച്ഛനും അതുപോലെ അനുമോദിക്കാനായിട്ട് വന്ന പിന്നെ മോൺസിഞ്ഞോർമാർക്കും എല്ലാം ബിഗ് ഫാമിലി കൂട്ടായ്മയുടെ നാമധേയത്തിലുള്ള കൃത്യമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഓക്കെ, നല്ലൊരു കൈ കൊടുക്കാം. കാരോട് ഇടവക അങ്ങ് ബിനുവാണ് കേട്ടോ. ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ടവരെ, കുടുംബം എന്നത് ദൈവികമായ ഒരു പദ്ധതിയാണ്. മക്കൾ എന്നത് ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഈ സമ്മാനത്തെ നിഷേധിച്ചവനാണ് ഞാനെന്ന വ്യക്തി. കാരണം ഇപ്പോൾ 7 മക്കൾ, ഞാൻ 4 മക്കളെ കിട്ടിയപ്പോൾ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ പലരുടെയും പരിഹാസങ്ങളും മറ്റുമൊക്കെ അനുഭവിച്ച ആളാണ്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കിയത്. ആ ദൈവം നൽകിയ സമ്മാനത്തെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത് സ്റ്റോപ്പ് ചെയ്തത് ഞാനെന്ന വ്യക്തിയാണ്. അതിന് ഞാൻ ദൈവത്തോട് മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ ചിന്തിച്ച ഞാൻ ഒരു വൈദികൻ്റെ പ്രസംഗത്തിലൂടെ ഞാനത് മനസ്സിലാക്കിയതാണ്. കാരണം മക്കൾ ദൈവത്തിൻ്റെ സമ്മാനമാണ്. ആ സമ്മാനം വാങ്ങാതെ അതിന് തടസ്സപ്പെടുത്തിയത് ഞാനെന്ന വ്യക്തിയാണ്. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ ഈ ബിഗ് ഫാമിലി കടന്നു വരാൻ സാധിച്ചതിലും ഞാൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. മാത്രമല്ല നമ്മുടെ വൈദികർ പറയുന്നത് പോലെ 1ഉം 2ഉം പിള്ളേരൊക്കെ ഉള്ള ആ കുടുംബത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കാരണം വിമലഹൃദയ സ്കൂളിലെ PTA പ്രസിഡൻ്റാണ് ഞാൻ. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അവിടെ കടന്നു വരാറുണ്ട്. ഈ 1 കുട്ടി 2 കുട്ടി ഒക്കെ ഉള്ള കുടുംബങ്ങളിൽ നിന്നാണ് ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. പക്ഷേ ഈ 4ഉം 3ഉം 4ഉം ഒക്കെ മക്കളുള്ളടത്ത് ഈ അച്ഛൻ പറയുന്നതുപോലെ അവർ തമ്മിൽ കളിച്ചും ഇണങ്ങിയും പങ്കുവെപ്പും എല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമല്ല. കാരണം നിസ്സാര കാര്യങ്ങൾ പോലും സഹിക്കുവാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ട്. പക്ഷേ ഈ 1ഉം 2ഉം പിള്ളേർക്ക് ഈ നമ്മുടെ അച്ഛൻ പറഞ്ഞാൽ ഒന്ന് തൊട്ടാൽ മതി വലിയ പ്രശ്നമാണ്. കാരണം ഒരുപാട് പ്രശ്നം സ്കൂളിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് ദൈവം നമുക്ക് നൽകിയ ആ ഒരു നന്ദി വലിയൊരു നന്മയാണ്. ഈ 4 മക്കൾ അല്ലെ അതിൽ കൂടി 7 മക്കൾ വരെ നമുക്ക് കൂടെ ആയി. അപ്പോൾ ഈ മക്കൾ നല്ല രീതിയിൽ വരും എന്ന് ഉറപ്പാണ്. എന്തായാലും നമ്മുടെ ഈ കൂട്ടായ്മ പല ഇടവകളിൽ നിന്ന് നമുക്കിവിടെ ഒരുമിച്ച് കൂടുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ചതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. നമുക്കിനിയും നല്ല രീതിയിൽ ഒത്തൊരുമയോട് കൂടെ പ്രവർത്തിക്കുവാൻ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ പേര് ശാന്തി. 4 മക്കളാണ്, നേരത്തെ പറഞ്ഞു. ഹസ്ബൻഡ് സുരേഷ് ബാബു, സ്നേഹബഹുമാനമുള്ള ജോസഫ് രാജേഷ് അച്ഛ, ജസ്റ്റിൻ അച്ഛ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം. ഇത്രയും കുടുംബങ്ങളെ ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷം. അതുപോലെ നെയ്യാറ്റിൻകര രൂപതയ്ക്ക് നമ്മൾ ഓരോരുത്തരും മുതൽക്കൂട്ടാണ്.
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഒരു 5-ാമതും 6-ാമതും ഒക്കെ ഡെലിവറി കഴിയേണ്ട ദിവസങ്ങളൊക്കെ കഴിയേണ്ടതായിരുന്നു. പക്ഷെ ഞാനും നിർത്തിപ്പോയി. പക്ഷെ നെയ്യാറ്റിൻകര രൂപത നേരത്തെ സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ പക്ഷെ 3-ാമത്തെ കൂടി വരമാണ് ഇപ്പം ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഒരു 4-5 വർഷത്തേക്ക് ഇപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ 4-5 ഒക്കെ ആയെന്ന് ഞാനും ഇപ്പം വിചാരിക്കുകയാണ്. ഞാൻ പഠിപ്പിക്കുന്ന അവസരത്തിൽ തന്നെ ഇന്നത്തെ കുട്ടികളെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 15, 16, 17 വയസ്സായ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് 15 ഈ അച്ഛൻ്റെ 2005 ആ കാലഘട്ടമല്ല ഇപ്പോൾ 2024 കാലഘട്ടം. നമുക്ക് അന്ന് അടിക്കാൻ പറ്റുമായിരുന്നു, ഇന്ന് അടിക്കാൻ പറ്റത്തില്ല. ഒരു കുട്ടി സാധാരണ ഇന്നത്തെ കുട്ടികൾ പേരൻറ്റിന് ഒരു കുട്ടിയാണ്. അപ്പോൾ അവരത്രയ്ക്ക് താലോലിച്ച് വളർത്തുന്നതാണ്. അപ്പോൾ നമുക്ക് അവരെ കുട്ടികളെ അടിക്കാനോ വഴക്ക് പറയാനോ ഒന്നും പറ്റാത്ത സാഹചര്യമാണെന്ന്. അപ്പോൾ എൻ്റെ കുടുംബത്തായാലും ഇന്നത്തെ ഈ കുട്ടികളാണെങ്കിൽ ഇണങ്ങിയും പിണങ്ങിയും അടിവെച്ചും ഷെയർ ചെയ്തും അവർ പരസ്പരം പങ്കുവെച്ചുമാണ് കഴിയുന്നത്. പക്ഷേ ഒരു കുട്ടി ആലോചിച്ച് എൻ്റെ കൂട്ടത്തിരിക്കുന്ന 12, 14 സ്റ്റാഫിന് ഒരു കുട്ടിയാണ് കൂട്ടത്തിരിക്കുന്നവർ. പക്ഷെ അവർക്ക് 5, 6 വീടുണ്ട്, 1.5 ലക്ഷത്തോളം സാലറി ഉണ്ട്. പക്ഷേ എന്നിട്ടും അവർക്ക് എന്തില്ല, ഒരു കുട്ടിയെ നോക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഒരു കുട്ടിയാണെങ്കിൽ അവർ സ്കൂളിൽ വരുമ്പോൾ കൊണ്ടുവരും, വീട്ടിലാരും പ്രൊട്ടക്റ്റ് ചെയ്യാനില്ല. പക്ഷെ ഞങ്ങൾ എന്താണ് അന്തസ്സായിട്ട് സ്കൂളിൽ പോകുന്ന 4 കുട്ടികളും വീട്ടിലാണ്. 4 കുട്ടികളും അടി വയ്ക്കുമായിരിക്കാം. പക്ഷെ നമുക്കെന്ത് സ്കൂളിലിരുന്നാൽ ഇച്ചിരി സമാധാനമുണ്ട്. പക്ഷെ എന്താണ് അവർക്ക് സമാധാനമില്ല. എന്നാലോചിച്ചേ. അതുകൊണ്ട് നെയ്യാറ്റിൻകര രൂപത അച്ഛൻ നൽകുന്ന സപ്പോർട്ട് വളരെയധികം അർത്ഥവത്താണ്. സാധാരണ ടീനേജിന് നമ്മൾ ക്ലാസ്സൊക്കെ നൽകുന്നുണ്ട്. അതും ധാരാളം മാറ്റങ്ങൾക്ക് കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നാൾക്ക് നാൾ ഈ നെയ്യാറ്റിൻകര രൂപതയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ധാരാളം സപ്പോർട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ കുറേ ഷെയറിങ് കേട്ടു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. ഒത്തിരി പരിഹാസങ്ങളും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിലുള്ള ആൾക്കാർ പോലും കളിയാക്കിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ബന്ധുക്കളായാലും നമ്മൾ ഒരുപാട് നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള ചിന്തകൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായം ഇതാണ്, ഞങ്ങളും അവരുടെയൊക്കെ വാക്ക് കേട്ട് അന്നത്തെ ഒരു അനുഭവത്തിൽ വളരെയധികം വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇത് വേണ്ടാന്ന് തന്നെ വെച്ചുപോയി. ഞാനും അതേ വീട്ടുകാരുടെ തന്നെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. ബിനു പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും വളരെ വിഷമമുണ്ട്. എന്നാലും ഞാനും അതിന് സപ്പോർട്ട് നിൽക്കേണ്ടതായിട്ട് വന്നു. കാരണം അവരാണല്ലോ നമ്മളെ കെയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പിന്നെ വേറൊരു ആശ്രയമില്ല. എന്തായാലും അതിന് ദൈവത്തോട് മാപ്പ് ചോദിക്കുകയാണ് ഞാനും. പിന്നെ ബിഗ് ഫാമിലീസ് നമുക്ക് നൽകുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ പ്രത്യേകിച്ച് നന്ദി പറയാണ്. ജോസഫ് രാജേഷ് അച്ഛനോടും ജസ്റ്റിൻ അച്ഛനോടും. കാരണം നമുക്ക് ഈ രൂപത ഇപ്പോൾ ഈ ഒരു കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ സമിതി ഒരു 5-6 വർഷങ്ങൾക്ക് ഇപ്പോഴാണല്ലോ ഈ ഒരു പദ്ധതി തുടങ്ങിയത്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിനും ബിഗ് ഫാമിലീസിനെ അംഗീകരിക്കുന്നതിനും നമുക്ക് നൽകുന്ന സ്നേഹത്തിനും. ഒത്തിരി സമ്മാനങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു. വളരെ സന്തോഷത്തോടെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രൂപത നൽകുന്ന ഈ പ്രോത്സാഹനത്തിനും സ്നേഹത്തിനും സന്തോഷത്തിനും പ്രത്യേകിച്ച് ജോസഫ് രാജേഷ് അച്ഛനും ജസ്റ്റിൻ അച്ഛനും നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ വട്ടപ്പാറയുള്ള കുഞ്ഞുമോൻ നമുക്ക് രണ്ടുമൊക്കെ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വലിയ കുടുംബത്തിലെ ഏറ്റവും വലിയ കുടുംബമാണ് അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഭവം നമ്മോട് പങ്കുവയ്ക്കും. മനസ്സിലായിക്കാണല്ലോ അല്ലേ എല്ലാവർക്കും. വേറെ ഒന്നുമല്ല പറയാനുള്ളത്. ചേട്ടൻ പറഞ്ഞ് നിർത്തിയെടുത്തത് തന്നെയാണ്. ചേട്ടൻ പേരെന്തോ? ബിനു. ചേട്ടൻ പറഞ്ഞു 4 പേര് ആയപ്പോൾ ചേട്ടനത് ഞാൻ തീരുമാനിച്ച് നിർത്തിയെന്ന്. ഞാൻ തിരിച്ചാണ് ചിന്തിച്ചത്. കാരണം ഞങ്ങൾ 5 മക്കൾ വേണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോഴേ മാരേജിന് മുമ്പേ തീരുമാനിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ സാലറിയോ ഒന്നുമല്ല ചോദിച്ചത്. എനിക്ക് 5 മക്കളുടെ ആഗ്രഹമുണ്ട്, അത് സാധിക്കുമെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് വൈഫിൻ്റെ അടുത്ത്. അപ്പം ഞാനത് അന്ന് യെസ് മൂളി. പക്ഷേ എനിക്കത് അപ്പോഴത്തെ ആ ഒരു മനസ്സിലാകുന്നില്ലായിരുന്നു എന്തായിരുന്നു ഈ വലിയ കുട്ടികൾ ഉണ്ടാകുന്ന കുടുംബങ്ങളുടെ നേട്ടങ്ങളും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ 5 മക്കളെ സ്വീകരിച്ചു. എപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കുന്ന സമയത്ത് പേരക്കുളം ഹോസ്പിറ്റലിലാണ് കാണിച്ചത്.
നാലാമത്തെ ആൾ പേരുകൂടെ ഹോസ്പിറ്റലിൽ കാണിച്ചത്. അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ആളെ നമ്മൾ നാലാമത്തെ ആളെ കാണിച്ചപ്പോൾ അവിടെ ചെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഇനി എന്താണ് ഇതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് അഞ്ചാമത്തെ ആഗ്രഹമുണ്ട്, അപ്പോൾ ഇതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അഞ്ചാമത്തെ പ്രഗ്നൻ്റ് ആയപ്പോൾ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഞാനായിട്ട് എൻ്റെ അടുത്ത് വൈഫ് ചോദിച്ചായിരുന്നു ചേട്ടാ നമുക്കത് വേണോ നിർത്തണോ, അല്ലെങ്കിൽ ഞാനും അങ്ങോട്ട് ചോദിച്ചു ചേട്ടാ ഇത് നമ്മുടെ തീരുമാനമായി പോലെ. ഞങ്ങൾ 5 പേര് ചോദിച്ചപ്പോൾ 5 പേരെ തന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്കത് ഞാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങളായിട്ട് തീരുമാനിക്കുമ്പോൾ അത് ഞങ്ങളുടെ തീരുമാനമായി പോകത്തില്ലേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിനുശേഷമാണ് പിന്നെ വീണ്ടും ഞങ്ങൾ സ്വീകരിക്കാനായിട്ട് തയ്യാറായത്. പിന്നെ ഇപ്പോൾ ഉള്ള മറ്റൊരു അനുഭവം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 7ാമത്തെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഈ 6 വരെയും ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. ഞങ്ങളെ ഈ പഞ്ചായത്തിലുള്ള ഈ നഴ്സസ്മാർ അവർ വന്നിട്ട് ഒരുപാട് ഒരു 3-4 പേരൊക്കെ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് അല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഒരു ഇതിന് നിയന്ത്രണം കൊടുക്കണമെന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ ഞങ്ങളപ്പോഴത്തെ പൂർണ്ണമായിട്ടൊരു തീരുമാനം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് ഞങ്ങളെ വീട്ടിൽ വന്ന് സംസാരിക്കേണ്ട ഇപ്പോൾ അവസ്ഥയുണ്ട്. അപ്പം ഇനിയും ഞങ്ങൾക്ക് സപ്പോർട്ടെന്ന് പറയുന്നത് ഇനിയും ഞങ്ങൾ ധൈര്യത്തോടെ പറയുന്നത് ഇനിയും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് ധൈര്യത്തോടെ പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എൻ്റെ സഭയാണ്, എൻ്റെ രൂപതയാണ്. നെയ്യാറ്റിൻകര രൂപതയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. കാര്യം എനിക്കിവിടെ വന്ന് പെട്ടതിലാണ് എനിക്കിപ്പോൾ ഇനി കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ളൊരു മാനസികമായിട്ടുള്ള ധൈര്യം കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കുടുംബ പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് ആനിമേറ്റർമാരുണ്ട്, അതുപോലെ തന്നെ ഓരോ ഇടവക പ്രതീതികളുണ്ട്, ഫൊറോന പ്രതീതികളൊക്കെ ഉണ്ട്. നെയ്യാറ്റിൻകര ഫൊറോനയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ വലതുവശത്ത്. നേരത്തെ വന്നുകൊണ്ടിരുന്നവർക്കൊക്കെ അറിയാമായിരിക്കും, ഇവർ മുൻകാലങ്ങളിലും നമ്മുടെ കൂടെ എപ്പോഴും നിന്ന് സഹായിക്കുകയും വരികയും നിങ്ങൾക്കൊരു സപ്പോർട്ടായിരിക്കുകയും ചെയ്യുന്ന സഹോദരിയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കുടുംബ പ്രേക്ഷിത ശുശ്രൂഷയുടെ നെയ്യാറ്റിൻകര ഫൊറോനയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള സഹോദരി ഇവിടെ ഉണ്ട്. അവരെ 2 വാക്ക് സംസാരിച്ച് ആശംസ പറയാനായിട്ട് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛ, സ്നേഹബഹുമാനമുള്ള ജസ്റ്റിൻ അച്ഛ, ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങളെയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കാണാൻ സാധിക്കുന്നത് ഒരുപാട് സന്തോഷം. എന്താ പറയുക, എനിക്ക് 2 മക്കളാണ്. നിങ്ങളെയൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ചിലപ്പോഴെങ്കിലും ടീച്ചറെ കാണുമ്പോൾ അസൂയ തോന്നാറുണ്ട്. ടീച്ചറും ഹസ്ബൻഡും കുട്ടികളെല്ലാം ഒന്നിച്ച് എല്ലാ പ്രോഗ്രാമിലും ഒരു മെസ്സേജെങ്കിലും സാറ് കൊടുക്കാതെ ഇരിക്കത്തില്ല. ഇപ്പോൾ അതിൻ്റെ അഭാവം ടീച്ചർ തീർത്തിരിക്കുകയാണ്. ടീച്ചറെ സ്കൂളിൽ എന്താ പറയുക, ഒരുപാട് ടീച്ചേഴ്സിന് ഒരു കുട്ടികളാണ് ഉള്ളതെന്ന് പറയുന്നു. അത് എനിക്കറിയാം. എൻ്റെ 2 കുട്ടികൾ തമ്മിലും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും 2 പിള്ളേരുള്ള വീട്ടിൽ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട്. ഞാനൊരു നഴ്സറി ടീച്ചറാണ്, UKG-യാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കൊച്ചുകുട്ടികളാകുമ്പോഴത്തേക്ക് നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരുപാട് പേര്, എനിക്ക് കുറച്ച് സാറിൻ്റെ ഒന്നും എനിക്കറിയത്തില്ല, കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ബാക്കി ഒരു വിധപ്പെട്ട ആളുകളെയൊക്കെ എനിക്കറിയാം. അപ്പോൾ നമ്മുടെ പുന്നക്കാട് ഇടവകയിൽ ഒരു കുടുംബം മാത്രമേ ഉള്ളൂ ബിഗ് ഫാമിലിയിലുള്ളത്. അലക്സ് പ്രീതി, നിങ്ങൾ പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അലക്സ് പ്രീതി നമ്മുടെ ഇടവകയിൽ തന്നെ ഒരു ഫാമിലി മാത്രമേ ഇവിടെ ബിഗ് ഫാമിലിയിലുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും സന്തോഷം തോന്നുന്നു നമ്മുടെ വട്ടപ്പാറ ഇടവകയിലെ പുള്ളിയുടെ പേരെന്നാ പറഞ്ഞോ, കുഞ്ഞുമോൻ വൈഫൊക്കെ നല്ല ഇതാണ് കേട്ടോ. എവിടെയും വെച്ച് കണ്ടാലും ഓടി ഒന്ന് സംസാരിക്കാനാണെങ്കിലും. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും കുടുംബം കാണുമ്പം ഏറ്റവും അധികം സന്തോഷം തോന്നും. എന്താ പറയുക, എല്ലാവരും ഒന്നിച്ച് ഒരേ ഡ്രസ് കോഡ് വരെ അവർ ഒന്നിച്ച് വരുന്നത് തന്നെ. അപ്പോൾ അതുപോലെ എല്ലാവരെയും കാണുമ്പോൾ വളരെയധികം സന്തോഷം. ഇനി ഒരുപാട് പേർക്ക്, ഇനി നമ്മുടെ പാലിയോട് അദ്ദേഹത്തിൻ്റെ ഫാമിലി, അത് എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം മുൻപന്തിയിലാണ്. അതുപോലെ എല്ലാ കുടുംബങ്ങളെയും ഒരുപാട് സന്തോഷം കാണാൻ സാധിക്കുന്നതിൽ. എൻ്റെ അനിയത്തിക്കാണെങ്കിൽ, എൻ്റെ അനിയത്തിക്ക് ഞങ്ങൾ 3 പേരാണ്. എൻ്റെ അനിയത്തിക്ക് 5 മക്കളാണുള്ളത്. അവർ 5 കുട്ടികളാണ്. ഇപ്പോൾ ഒരാൾ 10ാം ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. എൻ്റെ മക്കൾക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അവന് എന്താ സാർ അല്ല അവർ പാലായിലാണ്. ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും എൻ്റെ മകന് 6 A+ഉം 2 Aയും 2 B+ഉമാണ് ഉണ്ടായിരുന്നത്. അതേസമയം എൻ്റെ അനിയത്തിയുടെ കുടുംബത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലല്ല കുട്ടികൾ വളർന്നത്. എന്നിട്ടും അനിയത്തിയുടെ മോൾക്ക് 10 A+ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സന്തോഷത്തോടെ കാണുകയാണ്. കാരണം വെച്ചാൽ അവരത് ഉള്ളത് വെച്ചിട്ട് അവർ ഏറ്റവും സന്തോഷത്തോടെ പഠിക്കാനാണെങ്കിലും ഷെയർ ചെയ്യാനാണെങ്കിലും അവിടെ പോകുമ്പോൾ എനിക്ക് പല അസൂയ തോന്നാറുണ്ട്. ക്ലീനിങ് ഒക്കെ ആണ്, എന്താ പറയുക, കുട്ടികൾ തമ്മിൽ പിന്നെ അവർ ഓരോ ഡ്രസ്സ് കഴിയും. നമ്മുടെ വീട്ടിൽ ആ ഒരു അച്ഛനൊക്കെ ഒന്ന് മാറി ഒത്തിരി പിള്ളേരാകുമ്പോഴത്തേക്കും അവർ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് കാണുമ്പോൾ നമുക്ക് പലപ്പോഴും അതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ടീച്ചറെ കുട്ടികളെ കണ്ടാലും എല്ലാ കുട്ടികളും
എന്താ പറയുക ഡ്രസ് കോഡ് വരെ ഇങ്ങനെ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ വെച്ച് കണ്ടാൽ അവർ ഓടി വന്ന് സംസാരിക്കാറുണ്ട്. എന്താ പറയുക എല്ലാത്തിലും ഒരുപാട് ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഇനിയും കുട്ടികളുള്ള കുഞ്ഞുമോൻ്റെ കുടുംബത്തിലൊക്കെ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ. കർത്താവ് എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊടുക്കുന്നു. സന്തോഷം. സന്തോഷം. ഇനി പുതിയ ഒരു കുടുംബത്തിന് ജ്ഞാനസ്നാനം കഴിഞ്ഞ മാസം നടക്കുകയുണ്ടായി. അവരുടെ നിങ്ങളെ പരിചയപ്പെടുത്തി. എങ്കിലും ആ സഹോദരിയെ ക്ഷണിക്കുകയാണ്. ഭർത്താവ് ജോലിക്ക് പോകേണ്ടി വന്നതുകൊണ്ട് അപ്പോൾ അവരുടെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാനായിട്ടൊന്ന് ക്ഷണിക്കുകയാണ്. എൻ്റെ പേര് റീജ, കുഴിവിളയിടകി നിന്നിരുന്നു. ഇതിൻ്റെ 4ാമത്തെ വാവയാണ്. ഒരു മോനും 3 മോളുമാണ്. പിന്നെ ഇവിടെ കഴിഞ്ഞ മാസത്തെ ഇവിടെ പിതാവാണ് സ്നാനം നൽകിയത്. അപ്പോൾ രാജേഷ് അച്ഛനൊക്കെ നല്ല സപ്പോർട്ടാണ്. നമ്മുടെ കൂട്ടായ്മയിലെ SSLC +2 പാസ്സായ കുട്ടികളെല്ലാവരും ഒരുമിച്ച് വരാമോ? എല്ലാവരും വാ, ഓടി വാ. +2ഉം SSLCയും പാസ്സായവരെല്ലാവരും ഒരുമിച്ച് ഇവിടെ വരിക. അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക, വരിയായിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുക. അവരുടെ ഫോട്ടോ വെച്ചാ കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കാം നമ്മൾ. ഓക്കെ, ഇവരുടെ വിജയ ശതമാനത്തെക്കുറിച്ചൊക്കെ ഏത് സ്കൂളിൽ പഠിച്ചു, +2 ഒക്കെ ആണെങ്കിൽ ഏത് വിഷയം, അതുപോലെ തന്നെ എത്ര A+, എത്ര അങ്ങനെയൊക്കെയുള്ള ഒരു കൂടെ പറയും. ഓരോരുത്തരും പറഞ്ഞു കഴിയുമ്പോൾ അവരെ അഭിനന്ദിച്ച് കൈയടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞോളെ. എൻ്റെ പേര് അഞ്ജലി. ഞാൻ VTM NSSലാണ് പഠിച്ചത്. ഞാൻ സയൻസ് വിഷയമാണ് എടുത്തത്. പിന്നെ എനിക്ക് ഒരു A+, ബാക്കിയെല്ലാം B+ ആണ്. എൻ്റെ പേര് ഫ്രബിത മേരി. ഞാൻ സെൻറ് തെരേസസ് കോൺവെൻറ്റിലാണ് പഠിച്ചത്. എനിക്ക് 9 A+ഉം ഒരു B+ഉം. ഞാൻ അടുത്ത സയൻസ് ആണ് എടുത്തത്. എൻ്റെ പേര് അഞ്ജു ആണ്. ഞാൻ വെങ്ങാനൂർ ഗേൾസിലാണ് പഠിച്ചത്. 5 A+, ബാക്കി B+C. എൻ്റെ പേര് ആൻസി. ഞാൻ +2 കഴിഞ്ഞു. എനിക്ക് ഒരു A+ഉം ഒരു B+, 4 B ആയിരുന്നു. സയൻസ് ആയിരുന്നു എടുത്തത്. ഇനി അടുത്ത് നഴ്സിംഗ് പോകാനാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. എൻ്റെ പേര് ബെൻസി. ഞാനിവിടെ നെയ്യാറ്റിൻകര ഗവൺമെൻറ് ഗേൾസിലാണ് പഠിച്ചത്. എനിക്ക് 6 A+, 2 Aയും 2 B+ഉം. ബയോളജി സയൻസാണ് അടുത്തടുത്ത വിഷയം. എൻ്റെ പേര് അബ്ത്ര. ഞാൻ സെൻറ് മാത്യൂസ് പൊഴിയൂരിലാണ് പഠിച്ചത്. 7 A+, 2 A, 1 B. എൻ്റെ പേര് സാവിയോ. ഞാൻ കൊളത്തൂർ സ്കൂളിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി കൊളത്തൂർ സ്കൂളിലാണ് പഠിച്ചത്. എനിക്ക് 8 A+ഉം 2 Aയും ആയിരുന്നു. ഇനി ബയോളജി സയൻസ് എടുക്കണം. എൻ്റെ പേര് ആൽഫിൻ. ഞാൻ +2ൽ 61% മാർക്ക്. ഇനി കോളേജ് പൊളിറ്റിക്സ്. മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ചും അഭിനന്ദനങ്ങൾ. വലിയ കുടുംബത്തിലുള്ള മക്കൾ പഠിച്ച് ഇത്രയും നല്ല ശതമാനം മാർക്കൊക്കെ നേടുക എന്ന് പറയുന്നത് അഭിമാനാർഹമായിട്ടുള്ളതാണ്. ഡിഗ്രി അതിന് മുകളിലോട്ട് പഠിക്കുന്നവരൊക്കെ വരാമോ? ഡിഗ്രി മുതൽ ഫസ്റ്റ് ഇയർ ഡിഗ്രിയോ അതുപോലുള്ള എല്ലാവരും ഇങ്ങോട്ട് വരിക. ഓടിവാ. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, അതിന് മുകളിലോട്ടൊക്കെ ഉള്ളവർ ഒരുമിച്ച് വരിക. നോക്കട്ടെ. ഏതില്ല ഡിഗ്രി അതിന്റെ മുകളിലോട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെട്ടിരിക്കാമല്ലോ. ഡിഗ്രി പഠിക്കാൻ പോകുന്നവര്, ഡിഗ്രി കഴിഞ്ഞവര്, ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ല, PG, ഡിപ്ലോമ എല്ലാം ഓരോരുത്തരോട് ഉറക്കെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും വേണ്ടി കൈയ്യെടുക്കാം. എൻ്റെ പേര് ആരതി. ഞാൻ കാഞ്ഞിരംകുളം
കോളേജിലാണ് പഠിച്ചത്. ബികോം ആയിരുന്നു. ഇപ്പം കോഴ്സ് കഴിഞ്ഞു. ഞാൻ ഊരുട്ടുകാല കോളേജിൽ TTCക്ക് പഠിക്കുകയായിരുന്നു. ഇനി ഡിഗ്രിക്ക് പോകണം. TTC കഴിഞ്ഞു, ഇനി ഡിഗ്രിക്ക് പോകണം. ഞാൻ മെഡിക്കൽ BSc ഡയാലിസിസ് ഇപ്പോൾ പഠിച്ചിട്ടിരിക്കുന്നു, ഫസ്റ്റ് ഇയർ. എൻ്റെ പേര് അനു. ഞാൻ MCOM കഴിഞ്ഞ് PG കഴിഞ്ഞു. എൻ്റെ പേര് ബിനു. ഞാൻ MCOM കഴിഞ്ഞു. എൻ്റെ പേര് ജിജി. ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു, DMLT. അപ്പോൾ ഒരിക്കൽ കൂടെ ഇവർക്ക് നമ്മുടെ കുടുംബ പ്രേക്ഷകത്തിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുകയാണ്. ഒരിക്കൽ കൂടെ കൈയടിച്ചവരെ അഭിനന്ദിക്കാം. ഓക്കെ, പോയിരിക്കാം. ഇനി നമ്മുടെ LKGയിലെ 4 കുട്ടികൾക്ക് നേരത്തെ LKG UKGക്കാർക്ക് സമ്മാനം കൊടുത്തു. ബാക്കിയുള്ള ഇപ്പോൾ LKG നേരത്തെ സമ്മാനം വാങ്ങിക്കാത്ത LKG UKG കുട്ടികൾ 3 പേരുണ്ട്, 4 പേരുണ്ട്. അവരൊന്ന് വരാമോ ഇങ്ങോട്ട്? LKG UKG നേരത്തെ വന്ന് പോയിട്ടുള്ളവർ 4 പേരുണ്ട്. 4 പേർ. അച്ഛാ, ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, അതിനെടുത്തിട്ടോ. ഒരെണ്ണം കൂടെ ഉണ്ട് ഇതേലത്ത്, ബുക്കും എല്ലാം കൂടെ. ഇവിടെ നിൽക്കി മക്കളെ. നിങ്ങളല്ല, LKG ആരാ? ഒരാളാ ഇതിൽ? ഒരാളല്ലേ ഉള്ളൂ? ഇത് മാത്രം, ഈ കുട്ടി, ഈ മാള മാത്രം ഇങ്ങനെ. ശരി, മോള് ഇവിടെ നിന്നോ. ശരി ശരി. അപ്പോൾ പാത്രം ഒന്നാണ് ഒരു വീട്ടിൽ കൊടുത്തത്. ഇത് ബുക്സ് അവർക്ക് 2 കൂടെ എടുത്തിട്ടുണ്ട്. ഇതാ, ഒരു വീട്ടിലുള്ളവരാരൊക്കെയാ? പെൻസില്, അടുത്ത ഒരു കുടുംബത്തിലുള്ള 2 പേരും ഒരു കുടുംബമാണോ? ബുക്ക് കൂടെ എടുത്ത്, 2 ബുക്ക് അവൻ മക്കളെ പിടിച്ചോ. കളയല്ലേ, കളയല്ലേ, അതാണ്. എന്നാ പിടിച്ചോ. ശരി, പോയിരുന്നു. പിന്നെ ബുക്സ് വിതരണവും ക്യാഷ്, ചെറിയ ക്യാഷ്, നമ്മൾ ബാഗോ അങ്ങനെയുള്ളത് മേടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേടിക്കാൻ വേണ്ടി ഓരോ കുടുംബത്തിനും ഒരു ചെറിയ എമൗണ്ട് കവറിൽ വച്ച് നൽകപ്പെടും. അതിനോടൊപ്പം ബുക്സും പേനയും കൂടെ നൽകപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ അത് ആദ്യം ബുക്സും പേനയും നൽകപ്പെടുകയാണ്. അത് മേടിക്കാനായിട്ട് ഡിഗ്രിക്കാർ, അതായത് കോളേജ് തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാവരും മുന്നോട്ട് വരിക. അതായത് +2 കഴിഞ്ഞു, ഇനി അടുത്ത കോളേജിൽ പോകുന്നവരും കൂടെ മുന്നോട്ട് വരിക. ആരാണ്? ഒരാളുണ്ടോ? ഒരു വീട്ടിലുള്ളതല്ലേ? വരാൻ പറ. അതിൽ കൂടെ എടുത്ത് ഡിഗ്രി മുതലുള്ളവർ ഇങ്ങോട്ട് വാ. ഡിഗ്രി ഉള്ളവർ
രണ്ട് കുട്ടികൾ 1-ാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞ് ലൈറ്റായിട്ട് വന്നതാണ്. ആ പാത്രം ഒരു കുട്ടിക്ക് പാത്രം 4 ബുക്ക്. ശരി, പിന്നെ 2-ാം ക്ലാസ് മുതലുള്ളവരോ 2-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ളവർ ഓരോ പേനയും മറ്റു പേനയാണ് 10. എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞ് കാണട്ടെ. ഒരു കയ്യിൽ കൊടുക്കാം എല്ലാവർക്കും കൂടെ. ഓക്കെ, ഇനി 5-ാം ക്ലാസ് മുതൽ മുകളിലോട്ടുള്ളവർ 10-ാം ക്ലാസ് വരെയുള്ളവരൊക്കെ വാ. 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ളവർ. ഒന്ന് എല്ലാവരും ഒരുമിച്ച് നിർത്താൻ പറ്റുമോ? കൊച്ചുകുട്ടികൾ ഫ്രണ്ടിലോട്ടും വലിയവർ പുറകിലോട്ട് നിന്നോ. അങ്ങോട്ട് കുറച്ചുകൂടെ നീങ്ങി. കുറച്ചുകൂടെ നീക്കും. +1 നേരത്തെ വിളിച്ച് +1 ഇനി വേണ്ട. 10-ാം ക്ലാസ് ഇപ്പൊ പഠിക്കുന്നവർ വരും, അതുവരെ മതി. 10-ാം ക്ലാസ് ഇനി പഠിക്കാൻ പോകുന്നവർ മാത്രം. ഇങ്ങോട്ട് നീക്കും. അത്ര അങ്ങ് പോകണം. നീന്റെ പുറകിൽ കുറച്ച് പേര് കൂടെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് നീ മോളെ ഇങ്ങോട്ട് വാ. കിട്ടോ? അവരെ കിട്ടോ? രണ്ട് 4 6 8 10 12 14 15 20 22 പേരുണ്ട്. പെട്ടെന്ന് പോണേ. ശരി, ആരാ ചേച്ചി വന്നില്ല എന്ന് പറഞ്ഞ ഒരാളൊന്നുമില്ല. ചേച്ചി വന്നില്ല, ഇങ്ങോട്ട് ഓടി വന്നു. ഏതെങ്കിലും പിള്ളേര് വീട്ടിൽ വരാൻ പറ്റാതെങ്കിൽ അവരോട് ഒന്ന് മേടിച്ചിട്ട് പോകണേ. നിങ്ങളുടെ ചെറിയ സഹായം അതിനകത്ത് വേണം നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. രാജേഷ് കുമാർ ആർവി, വീടാറ്. ക്രിസ്തുദാസ് അമരവിള, അലക്സിയം പുന്നക്കാട്,
അനിൽ പ്രസാദ് കാഞ്ഞിരപ്പുഴ. ബിനു ഖാരോട്. ബിനു. രാഹുൽ SR കുഴിവിള. ബെന്നി പാലിയോട്. ശശി എഫ്. ശശി എഫ് ഇടവകയാതാ പാലിയോട്. ജയരാജാർ തത്തി. കുഞ്ഞുമോൻ വട്ടപ്പാറ. ഗിരീഷ് റോജർ ബാലരാമൻ. ജെയിംസ് ബാലരാമൻ. ഗിരീഷ് റോജർ. ജെയിംസ് ബാലരാമൻ. സുരേഷ് ബാബു. ചെറിയ ടോക്കൺ. ഫ്രാൻസിസ് രാജ്. ഹരിദാസൻ. ബുക്സ് കിട്ടാത്തവരെന്ന് എണീക്കാമോ? ബുക്സ് കിട്ടാത്തവരെന്ന് എണീക്കാമോ? ബുക്സും പേരെ കിട്ടാത്ത ഓക്കെ. അപ്പോൾ നിങ്ങളത് എങ്ങനെ നമ്മൾ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചോളാം. ഈ ക്യാഷ് വെച്ചിട്ടൊക്കെ പിന്നീട് പോകണം. അതിനനുസരിച്ച് മേടിച്ചിട്ട് വരും കേട്ടോ. ഓക്കെ ശരി. അപ്പോൾ അത് ആ സമയത്ത് തരാം. നമുക്ക് 12:30 കഴിയുമ്പോഴത്തേക്ക് ഭക്ഷണമാണ്. ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ഒരു ഫോട്ടോ സെഷന് വേണ്ടിയായിട്ട് എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ പറ്റുമോ? ഒരുമിച്ച് നിർത്തി എടുക്കാൻ പറ്റുമോ? നോക്കാം. കൈകൂപ്പി നമുക്ക് ഈശോയെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഈശോയുടെ രൂപമോ ചിത്രമോ മനസ്സിൽ കൊണ്ടുവരാമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈശോയുടെ രൂപചിത്രം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനസ്സിലൊന്ന് കൊണ്ടുവരും. കണ്ണടച്ച് നിൽക്കുമ്പോൾ കാണാൻ പറ്റണം ആ ഈശോയുടെ രൂപം ചിത്രം. ആ ഈശോയെ നോക്കി മനസ്സിലെത്തി പ്രാർത്ഥിക്കാം. തമ്പുരാനെ നമ്മുടെ കുടുംബങ്ങളെ, ഈ വലിയ കുടുംബങ്ങളെ ഞങ്ങളുടെ തിരിച്ചു സമർപ്പിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടി കുടുംബത്തിലേക്ക് പ്രാർത്ഥിക്കുക. അപ്പനെ അമ്മയെ പരസ്പരം ഭർത്താവ് ഭാര്യയെ, ഭാര്യ ഭർത്താവിനെ സമർപ്പിക്കുക. ഈശോയുടെ
മുഖം ഓർത്ത് പ്രാർത്ഥിച്ച് സമർപ്പിക്കുക. മക്കളുടെ മുഖം മാതാപിതാക്കൾ ഓർക്കുക. മകൻ മകളും അവരുടെ മുഖം ഓർത്ത് അവരെ സമർപ്പിക്കുക. സമ്മാനം മക്കൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ മുഖം ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പൻ്റെ അമ്മയുടെ മുഖം ഓർത്ത് പ്രാർത്ഥിച്ച് അവരെ സമർപ്പിക്കുക. മക്കളെ നിങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കുക. കൂടപ്പുറത്തുള്ള ദൈവം എന്ന സമ്മാനം 1ഉം 2ഉം ഒക്കെ ഉള്ളതിനെ കുറിച്ച് നമ്മളിപ്പോൾ കേട്ടു. വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള സ്വഭാവങ്ങൾ അവർ വളരെ സാധ്യത കൂടുതലാണ്. തട്ടിയും കുട്ടിയും പിണങ്ങിയും അങ്ങോട്ട് പരസ്പരം സഹായിച്ചും അതെടുത്തു കൊടുത്ത് ഇതെടുത്തു കൊടുത്തു അതിനെയൊക്കെ നമ്മൾ വളരുന്ന കുടുംബത്തിൽ 4-5 മക്കളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ക്യാരക്ടറുകളാക്കുന്ന സ്വഭാവം വളരാൻ സാധിക്കും. ഒരാൾ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ 4 പേര് മറ്റൊരാൾക്ക് ഒരാൾക്ക് 4 പേര് നോക്കാനുണ്ടാകും. അങ്ങനെ എല്ലാവർക്കും കിട്ടും. ഓരോ വ്യക്തിക്കും ബാക്കി 4 പേരെ കുട്ടിയാണ് കാണാൻ നോക്കാനും സഹായിക്കാനും. അതുകൊണ്ട് തന്നെ തെറ്റുകളിലേക്ക് പോകാൻ സമയം കിട്ടത്തില്ല. തെറ്റുകളിലേക്ക് പോകാനായിട്ട് വേറെ ആൾക്കാരെ തേടേണ്ടുന്ന വഴിയൊന്നും വരത്തില്ല. ഇവർ തന്നെ അടിച്ചു പിണങ്ങിയൊക്കെ പരസ്പരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഒളിച്ചും പാത്തും കാര്യങ്ങൾ വഴിയിൽ പോവുക, ആരെങ്കിലും കാണാൻ പോവുക, സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോഴത്തേക്ക് ഇതിൽ 1-2 പേരെങ്കിലും ഒരു കോളേജിൽ തന്നെ പഠിക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കടത്തരങ്ങൾ കാണിക്കാനൊന്നും പറ്റത്തില്ല. അവരുടെ ഒരുമിച്ച് പോകും. ഊണഴിക്കാൻ സമയത്ത് ഹൈസ്കൂളിലും LP UP ഒക്കെ ആയിരുന്നാലും ഒരുമിച്ച് വന്നിരുന്നുകൊണ്ട് അവർ ചോറ് കഴിക്കാൻ ഒരുമിച്ച് വരും. വാരി കൊടുക്കും ചെറിയ കുട്ടിക്ക്. ആ കുട്ടിയുടെ പാത്രം എടുത്തുകൊണ്ട് കൈ കൊടുക്കും. കൊണ്ടുപോയി ക്ലാസ്സിലാക്കിയിട്ട് വരും മൂത്ത കുട്ടി. ഇങ്ങനെയൊക്കെ പരസ്പരം സഹായിക്കുന്നു. ഒരു കുട്ടി മാത്രമുള്ള വീട്ടിലാണെങ്കിലും ആ കുട്ടി ആരും കൂടെ ചെയ്യും, ആര് ശ്രദ്ധിക്കുന്നു, ആര് നോക്കുന്നു. അങ്ങനെയുള്ള പ്രവണതകൾ വളർന്ന കുട്ടിയുടെ സ്വഭാവത്തിൽ വ്യതിയാനങ്ങളുമുണ്ട്. വിശ്വനാഥ ഈ മക്കളെയും കുടുംബങ്ങളെ എല്ലാവരെയും നന്ദി പറയുന്നത് ശ്രദ്ധിക്കുന്നു. ഇവരുടെ ജീവിതത്തിലുള്ള യാത്ര ഇനിയുള്ള മുന്നോട്ടുള്ള പഠിക്കാനായിട്ട് തുടങ്ങാൻ പോവുകയാണ്. സ്കൂൾ തുറന്ന് പഠിക്കാനായിട്ട് കോളേജിലേക്കൊക്കെ പഠിക്കാൻ പോകുന്ന മക്കൾ നല്ല ജീവിത നിലവാരങ്ങൾ പഠിച്ച് മനസ്സിലാക്കുവാൻ ഇവിടെ കേട്ട കാര്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ സ്വഭാവത്തേക്ക് ക്രമപ്പെടുത്തുവാനായിട്ട് സഹായിക്കണം. നല്ലവരായിട്ട് പഠിച്ച് നല്ല വിജയത്തിലെത്തി നല്ല ജീവിത നിലവാരത്തിലെത്തുവാൻ ഇവിടെ ഇവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ അങ്ങ് താങ്ങായിരിക്കണമേ, നന്നായിരിക്കണമേ. അമ്മേ, മാതാവേ, പിതാവേ, സകല ബുദ്ധിമാന്മാരെ ഇവർക്ക് കൂട്ടായിരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനങ്ങൾ പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന ഭക്ഷണത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ വിശ്വാസത്തിലായിരിക്കട്ടെ. പരസ്പരം പറഞ്ഞ് അടുത്ത വരുന്നവർക്കൊക്കെ ഈശോ വിശ്വാസം.